ഇന്നിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൽഗോരിതംസിന്റെ കോംപ്ലക്സിറ്റിയെ പറ്റി പറയുമ്പോഴത്തേന് ഈ കോംപ്ലക്സിറ്റി രണ്ട് ക്ലാസ്സുകളായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ കണ്ടു എഫിഷ്യന്റ് ആയിട്ടുള്ള അൽഗോരിതംസിനെല്ലാം തന്നെ പോളിനോമിയൽ കോംപ്ലക്സിറ്റിയാണ് കാണുന്നത്. എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ റിസോഴ്സസും കൂടുതൽ ലോജിക്കും ഒക്കെ ആവശ്യമുള്ള അൽഗോരിതത്തിന് നമ്മൾ കൂടുതലും കാണുന്നത് എക്സ്പൊണൻഷ്യൽ അൽഗോരിതംസ് ആണ്. അതായത് രണ്ട് ക്ലസ്റ്റർ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഒന്ന് പോളിനോമിയലും ഒന്ന് എക്സ്പൊണൻഷ്യൽ. ഈ പോളിനോമിയൽ അൽഗോരിതംസും എക്സ്പൊണൻഷ്യൽ അൽഗോരിതംസും ഒരു സെറ്റ് ഓഫ് പ്രോബ്ലത്തിന് പോളിനോമിയലും വേറൊരു സെറ്റ് ഓഫ് പ്രോബ്ലത്തിന് എക്സ്പൊണൻഷ്യലും ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതുവരെയും എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള അൽഗോരിതത്തിന് പോളിനോമിയലിലേക്കോ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. പിന്നെ ഈ അൽഗോരിതത്തിനെ എല്ലാം തന്നെ രണ്ട് വിധത്തിൽ ഇത് പറയുന്നുണ്ട്: ഡിസിഷൻ അൽഗോരിതവും ഓപ്റ്റിമൈസേഷൻ അൽഗോരിതം. ഡിസിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 or 1 or yes or no എന്നുള്ള ആൻസർ പറയുമ്പോഴത്തേന് ഡിസിഷൻ അൽഗോരിതമാണ്. ഓപ്റ്റിമൈസേഷൻ അൽഗോരിതം എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ എടുത്ത് വേണമെങ്കിലും ഓപ്റ്റിമൈസേഷൻ അൽഗോരിതം ചെയ്യാൻ പറ്റും. എസ് ഓർ നോ അല്ല, 1 or 0 അല്ല, ഫ്രാക്ഷൻ എടുത്തു വെച്ചതുണ്ടെങ്കിലും ഓപ്റ്റിമൈസേഷൻ അൽഗോരിതം പറ്റും. പിന്നെ വേറൊരു തരത്തിലുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതവും നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതമാണ്. സപ്പോസ് ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതമാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു അൽഗോരിതം ത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ അത് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതമാണ്. അപ്പം ഡിസിഷൻ അൽഗോരിതം, ഓപ്റ്റിമൈസേഷൻ അൽഗോരിതം, ഡിറ്റർമിനിസ്റ്റിക്, നോൺ ഡിറ്റർമിനിസ്റ്റിക്, പോളിനോമിയൽ, എക്സ്പൊണൻഷ്യൽ, അങ്ങനെ 3 തരത്തിൽ അൽഗോരിതത്തിനെ ഡിവൈഡ് ചെയ്യുക: പോളിനോമിയൽ, എക്സ്പൊണൻഷ്യൽ, ഡിറ്റർമിനിസ്റ്റിക്, നോൺ ഡിറ്റർമിനിസ്റ്റിക്, പിന്നെ ഡിസിഷൻ, ഓപ്റ്റിമൈസേഷൻ. ഇതിനെ പറ്റിയുള്ള തിയറിയാണ് NP കംപ്ലീറ്റ് തിയറി, NP ഹാർഡ് തിയറി എന്ന് പറയും. ഒരു പോളിനോമിയൽ അൽഗോരിതംസും നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള പോളിനോമിയൽ അൽഗോരിതത്തിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് ഈ തിയറി ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള പോളിനോമിയൽ അൽഗോരിതത്തിനെ കാണുന്നത്. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം ഈസ് എ സബ്സെറ്റ് ഓഫ് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്നാണ് ഈ തിയറിയുടെ പൊതുവെയുള്ള കൺസെപ്റ്റ്. അതുപോലെ NPയിലുള്ള അൽഗോരിതത്തിനെ അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് NP കംപ്ലീറ്റും NP ഹാർഡും. ഇത് നമുക്കിപ്പം നോക്കാം. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം. അൽഗോരിതംസ് രണ്ട് ക്ലസ്റ്റർ ആയിട്ട് തിരിച്ചിരിക്കുന്നു ജനറലി. ഒന്ന് എക്സ്പൊണൻഷ്യലും മറ്റേത് എന്താ പറയുക, പോളിനോമിയൽ. ജനറലി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എഫിഷ്യന്റ് അൽഗോരിതംസ് ഒക്കെ പോളിനോമിയലാണ്. മറ്റേത് എക്സ്പൊണൻഷ്യൽ അൽഗോരിതം പൊതുവെ ഒരുപാട് റിസോഴ്സ് എടുക്കും, ഒരുപാട് കമ്പ്യൂട്ടിംഗ് ടൈമും എടുക്കും. എന്നാൽ ഇതുവരെ ഈ എക്സ്പൊണൻഷ്യൽ അൽഗോരിതത്തിന് വേണ്ടിയിട്ട് പോളിനോമിയൽ അൽഗോരിതം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ട്രാവലിംഗ് സേസ് പേഴ്സൺ പ്രോബ്ലം, സം ഓഫ് സബ്സെറ്റ് പ്രോബ്ലം, ഇതെല്ലാം ടവേഴ്സ് ഓഫ് ഹാനോയ് പ്രോബ്ലം, ഇതെല്ലാം എക്സ്പൊണൻഷ്യലാണ്. എന്നാൽ അതേസമയം തന്നെ ലീനിയർ സെർച്ച്, സോർട്ടിങ്, ഇതുപോലുള്ള സിമ്പിൾ അൽഗോരിതംസ് എല്ലാം തന്നെ കാണുന്നത് പോളിനോമിയലും മറ്റേതെല്ലാം എക്സ്പൊണൻഷ്യലും ആയിട്ടാണ്. ടവേഴ്സ് ഓഫ് എല്ലാ എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2n ആ രീതിയിൽ അതിന്റെ കോംപ്ലക്സിറ്റി വരും. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പൊണൻഷ്യൽ അൽഗോരിതത്തിന് പോളിനോമിയൽ അൽഗോരിതം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് അറിയാനുള്ള ഒരു ടെക്നിക്കാണ്, അതിനെ പറയുന്ന പേരാണ് സാറ്റിസ്ഫയബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പറയാം. പിന്നെ ഉള്ളത് വേറൊരു ഇതെന്ന് പറയുന്നത്, അപ്പൊ ഇതിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അൽഗോരിതംസ് പൊതുവെ ക്ലസ്റ്റർ ചെയ്ത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. പോളിനോമിയൽ, നമുക്ക് പൊതുവെ ഉള്ള അൽഗോരിതംസ് ഉണ്ട്, അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്. അൽഗോരിതത്തെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് പോളിനോമിയൽ അൽഗോരിതംസും മറ്റത് എക്സ്പൊണൻഷ്യൽ അൽഗോരിതംസ്. എക്സ്പൊണൻഷ്യൽ അൽഗോരിതംസ് നീഡ് മച്ച് റിസോഴ്സ് ആൻഡ് മച്ച് കോഡ്. അപ്പൊ അത് ഒരുപാട് റിസോഴ്സിനെ എടുക്കുന്നു. എന്നാൽ പോളിനോമിയൽ അൽഗോരിതംസ് സിമ്പിളാണ്. എക്സ്പൊണൻഷ്യൽ അൽഗോരിതം ഉള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ട്രാവലിംഗ് സേസ് പേഴ്സൺ പ്രോബ്ലം, 0-1 ആബ്സ്ട്രാക്ട് പ്രോബ്ലം, അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഗ്രാഫ് കളറിങ്, ഇതൊക്കെ എക്സ്പൊണൻഷ്യൽ ആയിട്ട് കിടക്കും. നേരെ മറിച്ച്
പിന്നെ മറ്റേ നമ്മുടെ പോളിനോമിയൽ അൽഗോരിതം എന്ന് പറഞ്ഞാൽ സോർട്ടിങ്, സെർച്ചിങ്, ഇതുപോലത്തെ ഒക്കെ പോളിനോമിയൽ അൽഗോരിതം. ഈ പോളിനോമിയൽ അൽഗോരിതത്തിൽ നിന്നും എക്സ്പോണൻഷ്യൽ അൽഗോരിതത്തിലേക്ക് എക്സ്പോണൻഷ്യൽ അൽഗോരിതത്തിനെ പോളിനോമിയൽ അൽഗോരിതമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നൊരു ട്രയലാണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് സാറ്റിസ്ഫയബിലിറ്റി എന്നൊക്കെ പറഞ്ഞ ഒന്ന് രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മുടെ ഒരു പ്രോബ്ലം എടുത്തു, ഏറെക്കുറെ ഈ എക്സ്പോണൻഷ്യൽ എല്ലാം തന്നെ 2n എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പൊ എടുത്തു നോക്കിയിട്ട് അതിന് ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇത് പോസിബിൾ ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് സാറ്റിസ്ഫയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെസിഷൻ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ തന്നെ 0-1 അറ്റാക്ക് ചെയ്തപ്പം വേണമെങ്കിൽ 1-0-1-0-1-0 എന്നുള്ള രീതിയിൽ ആൻസർ വരാം. അതായത് ഫുൾ ആൻസർ കിട്ടാതെ ഒന്നിലൊന്നിങ് എടുത്തു, അല്ലെങ്കിൽ എടുത്തില്ല. അത് വരുമ്പോഴത്തേന് അത് ഡെസിഷൻ പ്രോബ്ലമാണ്. നേരെ വെച്ച് നമ്മൾ ഫ്രാക്ഷനും കൂടെ എടുത്തു, കാരണം ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി, അത് ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പൊ ഡെസിഷൻ പ്രോബ്ലം, ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം, പിന്നെ എക്സ്പോണൻഷ്യൽ അൽഗോരിതം, പോളിനോമിയൽ അൽഗോരിതം. ഇനി ഇത് രണ്ടും അല്ലാതെ വരുന്നതാണ് ഡിറ്റർമിനിസ്റ്റിക്കും നോൺ ഡിറ്റർമിനിസ്റ്റിക്. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സീക്വൻസിന്റെ അടുത്ത സീക്വൻസ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഡിറ്റർമിനിസ്റ്റിക് ആയിരുന്നു. എന്നാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതവും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ബുക്കിൽ അത് കാണിച്ചിട്ടില്ല, ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിന്റെ ഒരു അപ്രോച്ച് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അപ്രോച്ച് വെച്ചുകൊണ്ട് ഒരു നാപ്സാക്ക് പ്രോബ്ലം. അവിടെ ഏതാണ്ട് രണ്ട് സൈഡിൽ നിന്നും മുമ്പോട്ട് പോകാം. അവിടെ നമ്മൾ പറയുന്നതിന് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൈ എക്സ്പെരിമെന്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു നോളജ് വെച്ച്, അതിന് വിശേഷിച്ച് പ്രൂഫ് ഒന്നുമില്ല, അത് വെച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ അടുത്ത് വരുന്നതാണ് ബാക്ക് ട്രാക്കിങ്ങും ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. അതായത് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ ഇന്നലെ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 4 ക്യൂവിനെ 4 റോയില് 4 കോളത്തിലായിട്ട് നിർത്തുന്നു. 2 ക്യൂവിനെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ സെയിം കോളത്തിലോ സെയിം റോയിലോ ഡയഗണലോ ആവരുത്. അപ്പൊ സെയിം കോളത്തിലോ സെയിം റോയിലോ ഡയഗണലിലോ ആവരുതെന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രീ വരച്ചിട്ട് ആ ട്രീയിലെ ഓരോ ലെവലിനെയും റോ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് സെയിം കോളത്തിലല്ലാത്ത വിധത്തിൽ ഒരു സ്പേസ് ട്രീ, പിന്നെ അത് വെച്ച് ഡയഗണൽ കണ്ടീഷൻ വെച്ച് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യും. ഇങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് നമുക്കൊരു സൊല്യൂഷൻ സെറ്റ് കിട്ടും. അതുകൊണ്ട് പിന്നെ ഈ ഗ്രാഫ് കളറിങ് അൽഗോരിതം പോലത്തെ ഉണ്ട്. അതായത് ഇത്ര ഇത് കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര നോഡിന് ഡിഫറെന്റ്, അപ്പം ബോർഡറിൽ അഡ്ജസ്റ്റന്റ് ആയിട്ട് സെയിം കളർ വരാത്ത വിധത്തിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും, അതാണ് ഗ്രാഫ് കളറിങ് വരുന്നത്. അങ്ങനെ പിന്നെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറയുന്നത്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോസ്റ്റ് സെർച്ച് ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ട് ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. അതായത് ഒരു കുറെ 16 മെമ്പർ പേഴ്സൺ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്, അത് സിമ്പിൾ പ്രോബ്ലം. പക്ഷെ അതിനകത്ത് വലിയ പ്രോബ്ലം ഉണ്ട്, അതിപ്പോ പക്ഷേ നിങ്ങളുടെ ബുക്കിലില്ല. ഞാൻ പക്ഷെ അതിനെപ്പറ്റി ഒരു ഐഡിയയും കൂടെ തരാം. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട്. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അൽഗോരിതം എന്ന് പറയുന്നത് എന്താ, ഇതാ ഞാനിപ്പോ പറഞ്ഞ അൽഗോരിതം എന്ന് പറയുന്നത് ഇങ്ങനെ 2 സെറ്റായിട്ട് തിരിച്ചിരിക്കുക. പോളിനോമിയൽ ടൈമും അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ടൈം. അപ്പൊ പോളിനോമിയൽ ടൈമിലുള്ള അൽഗോരിതംസ് ഏതൊക്കെയാണ്? ഇപ്പൊ ഇതിനകത്ത് 1-2 പറഞ്ഞിട്ടുണ്ട്. ലീനിയർ സെർച്ച്, അതിന് ബിഗ് ഓഫ് n. ബൈനറി സെർച്ച് നമ്മളൊന്ന് കണ്ടതാണ്, ബിഗ് ഓഫ് ലോഗ് n. എക്സ്പോണൻഷ്യൽ അത് ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ 2n. അപ്പം ഇതിനെപ്പറ്റി പറയുന്നത് എക്സ്പോണൻഷ്യൽ ടൈം നീഡഡ് മോർ ടൈം ആൻഡ് റിസോഴ്സസ്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താണ്, ഈസ് ദർ എ വേ ടു കൺവേർട്ട് എക്സ്പോണൻഷ്യൽ ടു പോളിനോമിയൽ? ക്യാൻ വി ഫൈൻഡ് ആൻ അൽഗോരിതം ഫോർ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ വിച്ച് ഈസ് പോളിനോമിയൽ? അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ്. ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിന് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ളതിനെ നമുക്ക് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതുവരെ അത് പറ്റിയിട്ടില്ല. അത് CS-ലെ ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യുക. പോളിനോമിയൽ ടൈം എന്ന് പറയുമ്പോൾ ഇപ്പൊ ലീനിയർ സെർച്ച് n, ബൈനറി സെർച്ച് log n, പിന്നെ ഇൻസർഷൻ സോർട്ട് n², മെർജ് സോർട്ട് n log n. ഇതെല്ലാം പോളിനോമിയൽ ടൈമാണ്.
എക്സ്പോണൻഷ്യൽ ടൈം എന്ന് പറയുന്നത് 0-1 knapsack 2^n. ട്രാവലിംഗ് സീസ് പേഴ്സൺ എഗെയിൻ 2^n. അതിനകത്ത് 2^n എന്ന് പറയുന്ന ടൈം വരുന്നു. പിന്നെ സം ഓഫ് സബ്സെറ്റ് അവിടെയും 2^n വരുന്നുണ്ട്. ഗ്രാഫ് കളറിങ്ങിലും 2^n വരുന്നു. ഇനി ട്രാക്റ്റബിൾ എന്നും അൺട്രാക്റ്റബിൾ എന്നും രണ്ടെണ്ണം പറയാണ്. ട്രാക്റ്റബിൾ എഫിഷ്യന്റ് അൽഗോരിതം ആണ്, വർക്ക് ഇൻ പോളിനോമിയൽ ടൈം. അതാണ് ഇപ്പൊ പറയുന്നത് സെർച്ചിങ് ഓഫ് ഓർഡേർഡ് സെറ്റ്. കാരണം ആ സെറ്റ് തന്നെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. പിന്നെ സെർച്ചിങ്, സോർട്ടിങ് എ ലിസ്റ്റ്. നോൺ ട്രാക്റ്റബിൾ ആണ് ഞാൻ ഇപ്പൊ മുമ്പേ പറഞ്ഞ ടവർ ഓഫ് ഹാനോയി. ടവർ ഓഫ് ഹാനോയി മാത്രമല്ല, ട്രാവലിംഗ് സീസ് പേഴ്സൺ, ഇങ്ങനെ കുറെ എണ്ണം അൺട്രാക്റ്റബിൾ ആയിട്ട് പറയുന്നുണ്ട്. ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വൺ ഇൻ വിച്ച് എ സെറ്റ് ഓഫ് വേരിയബിൾസ് ആർ ഗിവൺ requires to either maximize or minimize with respect to some constraints or conditions. Knapsack-ലെ maximize profit, single source shortest path-ലെ minimum cost path. അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു സെറ്റ് തന്നാൽ നമ്മൾ കണ്ടു നാപ്സാക്ക് പ്രോബ്ലത്തിലെ മാക്സിമം എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഫ്രാക്ഷൻ എടുത്തു. അതായത് ഓപ്റ്റിമം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ഉദ്ദേശം. അവിടെ അത് ഓപ്റ്റിമൈസേഷനാണ്. ഇപ്പൊ 1-0-1-0 എന്ന് 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഒന്നിൽ വെയിറ്റ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെയിറ്റ് 15 നിൽക്കത്തക്ക വിധം ഫുൾ എലമെന്റിനെ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. വെയിറ്റ് 15 നിൽക്കത്തക്ക വിധം ഫുൾ എലമെന്റിനെ എങ്ങനെ എടുക്കും, അത് ഡിസിഷനാണ്. ഒന്നേ എടുത്തു അല്ലെ എടുക്കാതിരിക്കാം. എന്നാൽ ഓപ്റ്റിമൈസേഷൻ അതല്ല, എടുത്തു അടുത്ത ആളിന്റെ ഫ്രാക്ഷൻ എടുക്കും. അപ്പൊ നോക്കാം അതെങ്ങനെ ചെയ്യുന്നതെന്ന്. അതാ ഡെസിഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് യെസ് ഓർ നോ ആണ്. അപ്പൊ മോസ്റ്റ് NP കംപ്ലീറ്റ് പ്രോബ്ലംസ് വിൽ ബി ഫോർമുലേറ്റഡ് ആറ്റ് NP കംപ്ലീറ്റ് എന്താണെന്ന് പുറമെ പറയുന്നുണ്ട്. ഇത് ഗ്രാഫ് കളറിംഗ് പ്രോബ്ലം ആണ്. പിന്നെ ആ ഗ്രാഫ് കളറിംഗ് പ്രോബ്ലത്തില്, അതായത് ഇതിനകത്ത് ഗ്രാഫ് കളറിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മാപ്പ് വരയ്ക്കുമ്പോൾ അഡ്ജസന്റ് സ്റ്റേറ്റ്സിന് സെയിം കളർ വരരുത്. അപ്പൊ അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, given a graph G and integer k, is it possible to color G with k colors? Yes or no? അല്ലാതെ വാട്ട് ഈസ് ദ മിനിമം നമ്പർ എന്നൊരു ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചിരിക്കുന്നത്. given a graph G and an integer k, is it possible to color G with k colors? ഒരു പിന്നെ ഗ്രാഫിനെ k കളർ കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളൊരു മാപ്പ് വരയ്ക്കുന്നു, കേരളത്തിന്റെയും കർണാടകത്തിന്റെയും സെയിം കളർ കൊടുക്കാൻ പറ്റുകയില്ല. എന്നാൽ കേരളത്തിന്റെയും മഹാരാഷ്ട്രയുടെയും സെയിം കളർ കൊടുക്കാം. എന്താ കാരണം? അഡ്ജസന്റ് കളേഴ്സ് സെയിം വരരുത്. അത് പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്ന ഒരു അൽഗോരിതമാണ് ഗ്രാഫ്. പക്ഷെ അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ, given a graph G and an integer k, is it possible to color G with k colors എന്നാണ്. യെസ് ഓർ നോ. അല്ലാതെ വാട്ട് ഈസ് ദ മിനിമം നമ്പർ, 5 നമ്പർ വേണോ 8 നമ്പർ വേണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്. Then deterministic algorithm. For a given input, a deterministic algorithm will always produce the same output on an input given through the same sequence steps, even when run multiple times. All the previous, അപ്പൊ നമ്മളിപ്പോ കണ്ട അൽഗോരിതം എല്ലാം ഡിറ്റർമിനിസ്റ്റിക് ആണ്. അതായത് ഒരു അൽഗോരിതം തന്നു, ഇൻപുട്ടും തന്നു കഴിഞ്ഞാൽ ആ അൽഗോരിതം ഒരു തവണ ആ ഇൻപുട്ടിന് ഏത് വിധത്തിലുള്ള ആൻസർ തന്നോ, സെയിം ഇൻപുട്ട് പിന്നെയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആൻസർ തന്നെ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊടുക്കും. പക്ഷേ നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊടുക്കാറില്ല. നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറഞ്ഞത് ബിഹേവ്സ് ഇൻ എ കംപ്ലീറ്റ് ഡിഫറെന്റ് വേ. ദർ മേ ബി മൾട്ടിപ്പിൾ നെക്സ്റ്റ് സ്റ്റെപ്സ് പോസിബിൾ ആഫ്റ്റർ എനി ഗിവൺ സ്റ്റെപ്പ് ആൻഡ് ദ അൽഗോരിതം. ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് കഴിഞ്ഞ് പല സ്റ്റെപ്പുകൾ അത് കൊടുക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനൊരു ഇത് കാണിക്കാം, പക്ഷെ അത് നിങ്ങളോട് ചെയ്തിടാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. Thus, for fixed input, a non-deterministic algorithm may proceed through different sequences. അതാണ് അതിനകത്തെ കാര്യം. ഒരു ഫിക്സഡ് ഇൻപുട്ടിന് പോലും ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം ഡിഫറെന്റ് സീക്വൻസിൽ കൂടെ പോകാം. പിന്നെയുള്ളതാണ് കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം. There are computation problems that cannot be solved by algorithm even with the unlimited time. അതായത് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. ട്യൂറിംഗ് ഹാൽറ്റിംഗ് അൽഗോരിതം എന്നൊക്കെ പറഞ്ഞ് കുറെ അൽഗോരിതം ഉണ്ട്. അത് ഇതുവരെയും ശരിക്കും പറഞ്ഞാൽ, നേരെ പറഞ്ഞാൽ ഇതുവരെയും സൊല്യൂഷൻ കണ്ടിട്ടില്ലാത്ത ചില പ്രോബ്ലംസ്. ഇവിടെ നമ്മൾ ഇതിനെ
നാലെണ്ണമായിട്ട് തിരിച്ചിരിക്കുക. പി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് പോളിനോമിയൽ ടൈമിൽ നമ്മൾ സോൾവ് ചെയ്യും. പോളിനോമിയൽ ടൈമാണ്, അതായത് പിന്നെ ഒരു n 3n 4n എന്നുള്ള രീതിയായിരിക്കും അതിന്റെ കോംപ്ലക്സിറ്റി. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണോ ഒരു തവണ ചെയ്യുന്നത്, ഒരു തവണത്തെ സീക്വൻസിൽ അത് എന്ത് കാണിച്ചോ, ഇറ്റ് വിൽ ഗീവ് ദ സെയിം സീക്വൻസ് ഗിവൻ ദ സെയിം ഇൻപുട്ട് ഈസ് അപ്ലൈ. അതായത് പോളിനോമിയൽ ആയിരിക്കും, ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും. എന്നാൽ NP ക്ലാസ് എന്ന് പറയുന്നത് പോളിനോമിയൽ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോൺ ഡിറ്റർമിനിസ്റ്റിക്. പൊതുവെ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതംസ് ആർ സബ്സെറ്റ്സ് ഓഫ് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം. അടുത്തത് പറയുമ്പോൾ ഇച്ചിരി ഒരു വരും. പി ക്ലാസ് വിച്ച് ക്യാൻ ബി സോൾവ് ഇൻ എ പോളിനോമിയൽ ടൈം, അതിനെയാണ് പി ക്ലാസ് പ്രോബ്ലം എന്ന് പറയുന്നത്. പോളിനോമിയൽ ടൈമിലാണ്, അതുപോലെ ആണ് ഡിറ്റർമിനിസ്റ്റിക് സോർട്ടിങ്, സെർച്ചിങ്, ഷോർട്ടസ്റ്റ് പാത്ത്, ഇതൊക്കെ നമ്മൾ കണ്ട അൽഗോരിതംസ് ആണ്. NP എന്ന് പറഞ്ഞാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ടൈം ആണ്. NP ഈസ് എ സെറ്റ് ഓഫ് പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് in polynomial time using non-deterministic algorithm. എക്സാമ്പിൾ സീറോമൺ നാപ്സാക്ക്, ട്രാവലിംഗ് സീസ് പേഴ്സണ്, ഇങ്ങനത്തെ പ്രോബ്ലംസ്. ഇവിടെ നമ്മൾ പറയുന്ന നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്. പി, അതാണ് ഞാൻ പറഞ്ഞത്, പി ഡിറ്റർമിനിസ്റ്റിക് ആണ്, NP നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഈ ഡിറ്റർമിനിസ്റ്റിക്കിനെ നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ സബ്സെറ്റ്. അതിന്റെ അർത്ഥം ഇപ്പൊ ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള അൽഗോരിതത്തിന് ഫ്യൂച്ചറിൽ മേ ബി വി ക്യാൻ ഡെവലപ്പ് എ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം. അതുകൊണ്ട് പി എന്ന് പറയുന്നത് ഇതിനെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് പറയുന്നത്, ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട്. ഇപ്പം ട്രാക്റ്റബിൾ പ്രോബ്ലം, ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം, ഇത് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ആണ്. ട്രാക്റ്റബിൾ എന്ന് പറയുന്നത് സിമ്പിൾ പ്രോബ്ലംസ് ആണ്, ഇൻട്രാക്റ്റബിൾ ആണ്. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ആ എക്സാമ്പിൾ കാണിക്കാം, അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് സോൾവ് ചെയ്യേണ്ട, എക്സാമ്പിൾ ഓർത്തിരുന്നു. ഒരു ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് വെച്ചുള്ള നാപ്സാക്ക്, അവിടെ എന്തെന്നറിയോ, അവിടെ കാണുമ്പോൾ അറിയാം, നിങ്ങൾക്കറിയാം, നോക്കുമ്പോൾ രണ്ടിടത്തു നിന്ന് മിനിമം പിന്നെ എന്താ പറയണ്ടത്, രണ്ടിടത്തു നിന്ന് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഒരു C വാല്യൂ എന്ന് പറഞ്ഞ C വാല്യൂ ഉണ്ട്. ആ C വാല്യൂവിൽ നിന്ന് കുറവുള്ളവരിടത്തു നിന്ന് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ രണ്ടിടവും കുറവായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹ്യൂറിസ്റ്റിക്, ഒരു സ്പെഷ്യൽ ലോജിക്. ആ സ്പെഷ്യൽ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. അതെന്താന്ന് വെച്ചാൽ അവിടെ എടുക്കാൻ പോകുന്നത് ഇപ്പൊ ലെസർ വാല്യൂ എന്നുള്ളതായിരിക്കും പറയാതെ. ഇതുപോലെ വേറൊരെണ്ണമാണ് റിഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ലെറ്റ് A and B are two problems, then a problem A reduces to problem B if and only if there is a way to solve A by a deterministic algorithm. എയും ബിയും രണ്ട് പ്രോബ്ലംസ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് എയെ നമുക്ക് ഒരു ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് സോൾവ് ചെയ്യാം. ഇതേ അൽഗോരിതം ബിയെ പോളിനോമിയൽ ടൈം കൊണ്ട് സോൾവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. രണ്ടെണ്ണം ഉണ്ട്, എയും ബിയും. എയെ നമുക്ക് ഒരു ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് സോൾവ് ചെയ്യാം. എന്നിട്ട് ആ അൽഗോരിതം ബിയെ പോളിനോമിയൽ ടൈം കൊണ്ട് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ എ റിഡ്യൂസ് ചെയ്യും ബിയിലേക്ക് എന്ന് പറയും. അത് കാണിക്കുന്നത് ഏതാണ്ട് ഇങ്ങനെ, ഈ ഒരു ആൽഫ പോലെ ഒരു സിമ്പിൾ ഇട്ടിട്ടാണ് അത് കാണിക്കുന്നത്. പ്രോപ്പർട്ടീസ് പറയുമ്പോഴേ, if A is reducible to B and B is in P, then A is NP. A ബിയിലേക്ക് കുറയാം, ബി ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിൽ എ എന്ന് പറയുന്നത് എയും പിയിലായിരിക്കും. A is not in P implies B is not in P. A പിയിലല്ലെങ്കിൽ ബിയും പിയിലല്ല. അടുത്തത് NP hard. A problem is NP hard if every problem in NP can be polynomially reduced to it. NP എന്ന് പറയുന്ന, അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ആയിട്ടുള്ള ഒരു എല്ലാ പ്രോബ്ലംസും, സെറ്റ് ഓഫ് പ്രോബ്ലംസ് ക്യാൻ ബി റിഡ്യൂസ്ഡ് ടു ദാറ്റ് പ്രോബ്ലം ആണെങ്കിൽ അത് NP ഹാർഡ് എന്ന് പറയും. അതായത് കുറെ പ്രോബ്ലംസ്
പോളിനോമിയലായിട്ട് റിഡ്യൂസിബിൾ ടു ദാറ്റ് പർട്ടിക്കുലർ പ്രോബ്ലം ആണെങ്കിൽ എ ബിയിലോട്ട് കൊടുക്കാം, സി ബിയിലോട്ട് കൊടുക്കാം, ഡി ബിയിലോട്ട് കൊടുക്കാം. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഒരു പർട്ടിക്കുലർ ഇടത്തു നിന്ന് കുറയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ NP ഹാർഡ് എന്ന് പറയും. വെർട്ടസ് കവറും ട്രാവലിംഗ് സൈസ് സ്ട്രെസ് എന്നൊക്കെ അങ്ങനെയാണ്. NP കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എ പ്രോബ്ലം ഈസ് NP കംപ്ലീറ്റ് ഇഫ് ഇറ്റ് ഈസ് ഇൻ NP ആൻഡ് ഈസ് NP ഹാർഡ്. NPയിലായിരിക്കും NP ഹാർഡ് ആയിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ NP കംപ്ലീറ്റ് എന്ന് പറയും. അത് നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. അപ്പൊ മനസ്സിലായി, NP എന്ന് പറഞ്ഞാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ. NP ഹാർഡ് എന്ന് പറഞ്ഞാൽ NPയിലുള്ള എല്ലാ കുറേ സെറ്റ് ഓഫ് പ്രോബ്ലംസിനെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിലേക്ക് പോളിനോമിയൽ ആയിട്ട് റിഡ്യൂസ് ചെയ്താൽ ആ പർട്ടിക്കുലർ പ്രോബ്ലംസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് പറഞ്ഞ പ്രോബ്ലം NP ഹാർഡാണ്. നോക്കാം, ഇതാണ് ഇതിന്റെ ഫിഗർ ആയിട്ട് വരുന്നത്. ഈ ഫിഗർ ഒന്ന് നോക്കാം. ഈ ഫിഗറിൽ ഇത് NP എന്ന് പറയും. ഇതുപോലെ തന്നെ ഇത് NP ഹാർഡ്. NPയും NP ഹാർഡും കൂടെ ചേർന്ന ഒരു ഇന്റർസെക്ഷൻ ആണ് ആക്ച്വലി NP കംപ്ലീറ്റ് എന്നത്. ഇതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ. ഇത് ഡിറ്റർമിനിസ്റ്റിക്. നോൺ ഡിറ്റർമിനിസ്റ്റിക്, ഇത് ഡിറ്റർമിനിസ്റ്റിക്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ NP ഹാർഡ്. ഇതിലെ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലത്തിനെ ഇങ്ങോട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ NP ഹാർഡ്. ഇത് രണ്ടും കൂടെ ഇന്റർസെക്ഷൻ ആണ് NP കംപ്ലീറ്റ്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ എക്സ്പോണൻഷ്യൽ കൺവെർട്ടഡ് ടു പോളിനോമിയൽ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രിക്ക് എടുക്കും. അതാണ് CNF സാറ്റിസ്ഫയബിലിറ്റി എന്ന് പറയും. ഇപ്പം വെറുതെ ഒരു പ്രോബ്ലം നമ്മൾ വിചാരിക്കുക x1 x2 x3 എന്നിട്ട് C1 ഓർ C2 എടുത്തു, ഇങ്ങനെ ഒരു പ്രോബ്ലം വിചാരിക്കും. വെറുതെ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ സെറ്റ് ചെയ്യുന്നുണ്ടാകും. 2⁻3 പോലെ ഇവിടെ 2⁻3 ആണ്, ഇവിടെ 2⁻n എന്നുള്ള ഫോമിൽ വന്നു. അപ്പൊ അത് എക്സ്പോണൻഷ്യൽ ആണ്. അപ്പൊ നാച്ചുറലി അതാ മറ്റേ ട്രാവലിംഗ് സൈസ് സ്ട്രെസ് എന്നൊക്കെ പോലെ പറയും. അപ്പം 2⁻01 ഇതെല്ലാം എക്സ്പോണൻഷ്യലാണ്. ഗ്രാഫ് കളറിങ്, ഹാമിൽട്ടോണിയൻ ഒക്കെ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഉടനെ തന്നെ ഒരു ട്രീ ഉണ്ടാക്കി 1 0 1 0 എന്ന് പറഞ്ഞു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേന് 1 0 1 എന്ന് പറയുന്നത് ഇവിടെ ഒരു സൊല്യൂഷൻ ആയി. ഇപ്പൊ ഇത് കണ്ടോ, P = 10 8 12, N = 3, അപ്പം M = 8. W അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് M എന്ന് പറയുന്നത് 8 ആണ്. 5 1 എടുക്കണം, 4 എടുക്കണ്ട, 3 എടുക്കണം. 1 0 1, അപ്പൊ M 8 കിട്ടും. അങ്ങനെ കിട്ടുന്ന വിധത്തിൽ സെലക്ട് ചെയ്യാം. ഇപ്പൊ കണ്ടോ 1 0 1 എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യും. നാപ്സാക്കി തന്നെ. അപ്പൊ അതൊരു ഇതാണ്. ഇതിന് ഏതെങ്കിലും കാരണവശാൽ മറ്റേ പ്രോബ്ലത്തിന് ഇവിടെ കണ്ട ആ X-ന് 0 ഇതും കിട്ടുന്ന ഒരു പ്രോബ്ലത്തിന് ഒരു പോളിനോമിയൽ അൽഗോരിതം കിട്ടിയാൽ ഇതിനും പോളിനോമിയൽ അൽഗോരിതം കിട്ടും. ഇതിന് മാത്രമല്ല 2⁻n വരുന്ന എല്ലാത്തിനും പോളിനോമിയൽ അൽഗോരിതം കിട്ടും. അപ്പൊ ആദ്യം അതിന്റെ ഒരു സിമ്പിൾ മാതൃക ഉണ്ടാക്കി അതിന് നമ്മൾ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു പോളിനോമിയൽ അൽഗോരിതം കിട്ടും. അതാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് ആണ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ സോൾവിങ് എ പ്രോബ്ലം റെക്കസീവ്ലി ബൈ ട്രൈയിങ് ടു ബിൽഡ് എ സൊല്യൂഷൻ ഇൻക്രിമെന്റലി ഇൻ വൺ പീസ്. ഡെസിഷനും ഓപ്റ്റിമൈസേഷനും എന്യൂമറേഷനും ഒക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ജനറൽ ആയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പറയാം. ഇപ്പൊ ഈ ബാക്ക് ട്രാക്കിംഗ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഇതിനകത്തൊരു ഇച്ചിരി ഒരു ഇതുണ്ട്, ഒരു 4 × 4 ക്യൂൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു അൽഗോരിതം ഇത് നിങ്ങളുടെ ബുക്കിലും കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അൽഗോരിതം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് നോ ടു ക്യൂൻസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ക്യൂൻസ് അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ ഓരോന്നിനെയും ഒരു റോയിലായിരിക്കരുത്, ഒരു കോളത്തിലായിരിക്കരുത്, അതുപോലെ തന്നെ ഡയഗണൽ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ട്രീ വരയ്ക്കും. ആ ട്രീ വരയ്ക്കുമ്പോൾ ആ ട്രീയുടെ കൺസെപ്റ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവലിൽ ഒരു റോ, അടുത്ത ലെവലിൽ അടുത്ത റോ, എന്നിട്ട് ആ താഴത്തെ റോയിൽ വരുമ്പം മേളത്തെ കോളത്തിൽ വെച്ചടത്ത് വെക്കരുത്. ഞാൻ കാണിക്കാം. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. അപ്പൊ ഇത് ഈ ക്യൂൻസ് അൽഗോരിതത്തിന്റെ ഒരു സൊല്യൂഷനാണ്. ഇപ്പൊ നോക്കിയേ, ഈ ക്യൂവിനെ നമ്മൾ ഇവിടെ ഇരുത്തിയിരിക്കും, ഇതിനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു, ഇവിടെ. ഇത് ഡയഗണലും അല്ല
പിന്നെ ഈ പറഞ്ഞ പോലെ സെയിം റോയും അല്ല, സെയിം കോളവും അല്ല. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഇതിവിടെ ഇരുത്തിയിരിക്കുന്നു, ഇതിവിടെ ഇരുത്തിയിരിക്കുന്നു, 4, 2 ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നു. ഇവിടെ ഡയഗണലും അല്ല, ഒന്നുമല്ല. ഇനി നോക്കുക, ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ട്രീ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ട്രീ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഇത് പിന്നെ ഷെയർ ചെയ്യാം. ഇത് ഒരു ഫസ്റ്റ് റോയാണ്, മനസ്സിലായ? ഈ റോയെയാണ് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിൽ നമ്മൾ ഒന്നാമത്തെ ക്യൂവിനെ ഒന്നാമത്തെ കോളത്തിൽ, അതുപോലെ തന്നെ പിന്നെ ക്യൂവിനെ ഒന്നാമത്തെ ക്യൂവിനെ തന്നെ വേറൊരു ക്യൂവിനും ഇല്ലാത്തപ്പം നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഒന്നാമത്തെ ക്യൂവിനെ വെക്കാം. അതിൽ 1-ൽ വെക്കാം, 2-ൽ വെക്കാം, 3-ൽ വെക്കാം, 4-ൽ വെക്കാം. നമ്മൾ എന്ത് ചെയ്തു? 1-ൽ വെക്കാം, 2-ൽ വെക്കാം, 3-ൽ വെക്കാം, 4-ൽ വെക്കാം. അതും കഴിഞ്ഞ് അടുത്ത ക്യൂ, ഇപ്പൊ എല്ലാം ഞാൻ വരച്ചിട്ടില്ല, അത് നിങ്ങൾ നോക്കുക. അടുത്ത ക്യൂ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് 2-ൽ ഒരെണ്ണം എടുത്തു വെച്ചു എന്ന് വിചാരിച്ചു. ഇതാണ് കാണിക്കുന്നത്. ഈ വെച്ചിട്ടുണ്ടല്ലോ 2-ൽ, ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2-ൽ വെച്ചു. ഇങ്ങനെ 2-ൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തേൽ ഒരു ക്യൂവിന് ഇരിക്കുക, രണ്ടാമത്തേൽ. അപ്പം ഇവിടെ വെക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? അത് സെയിം റോ, സെയിം കോളം. അതുപോലെ തന്നെ പിന്നെ ഈ റോയിൽ എങ്ങും വെക്കാൻ പറ്റുകയില്ല, കാരണം സെയിം റോ. അപ്പം റോയിൽ വെക്കാനുള്ളത് അത് ഇതിനകത്ത് ഇംപ്ലിസിറ്റ് ആണ്, പറ്റുകയില്ല എന്നുള്ളത് ഇംപ്ലിസിറ്റ് ആണ്. കാരണം 2 റോയായ 2 ലെവലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ റോയിൽ വെക്കുന്ന പ്രശ്നം പിന്നെ ഇതിനകത്ത് വരുന്നില്ല. താഴെ സെയിം കോളത്തിൽ വെക്കാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. 1 ആദ്യം നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ വെച്ചു, ആദ്യത്തേതിനെ രണ്ടാമത്തെ കോളത്തിൽ വെച്ചു. രണ്ടാമത്തതിനെ നമ്മൾ ഒന്നാമത്തെ കോളത്തിൽ വെച്ചു. രണ്ടാമത്തെ കോളത്തിൽ വെച്ചു, അടുത്തതിനെ ഒന്നാമത്തെ കോളത്തിൽ വെച്ചു. ഡയഗണൽ ആയല്ലോ, സോ ഇറ്റ് വിൽ നോട്ട് വർക്ക്. അപ്പൊ എന്ത് ചെയ്യും? ബാക്ക് ട്രാക്ക്. മനസ്സിലായി? ഒന്നാമത്തെ ക്യൂവിനെ എടുത്ത് രണ്ടാമത്തെ കോളത്തിൽ വെച്ചു. താഴത്തെ കോളത്തില് രണ്ടാമത്തെ ക്യൂവിനെ എടുത്ത് ഒന്നാമത്തെ കോളത്തിൽ വെച്ചു. ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു, ഡയഗണലായി അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ വെച്ച് കഴിയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ അൽഗോരിതം ഇവിടെ ബാക്ക് ട്രാക്ക് ചെയ്യും. പിന്നെ താഴത്തെ നോഡുകൾ ഇത് ജനറേറ്റ് ചെയ്യുകയില്ല. മനസ്സിലായി? താഴത്തെ നോഡുകൾ പിന്നെ ഇത് നോക്കുകയല്ല, അതങ്ങ് ഫ്രീ ആയിട്ട് വരും. ഇതേപോലെ തന്നെ ഒരുപാട് ബാക്ക് ട്രാക്കിംഗ് ഇവിടെ എല്ലാം വരും. ഇനി അത് കൂടുതൽ നമുക്ക് നോക്കാനുണ്ട്, അത് ഞാൻ പറയാം. ഇതാണ്. അപ്പം ഇത് കണ്ടല്ലോ, ഇത് വെച്ച് നിങ്ങൾ വിചാരിക്കുക, സോൾവിങ് പ്രോബ്ലം റിക്കർസീവ്ലി ബൈ ട്രൈങ് ടു ബിൽഡ് എ സൊല്യൂഷൻ ഇൻക്രിമെന്റലി 1 പീസ് അറ്റ് എ ടൈം. അതായത് ഇത് വെച്ച് നോക്കാം, ഒരു ക്യൂവിനെ ഒരു സമയത്ത് എടുത്തു വെക്കുന്നു. റിമൂവിങ് സൊല്യൂഷൻ ദാറ്റ് ഫെയിൽസ് ടു സാറ്റിസ്ഫൈ ദ കൺസ്ട്രെയിൻ. അപ്പൊ നമ്മൾ അവിടെ ബാക്ക് ട്രാക്ക് കൊടുത്തു, ബി കൊടുത്തു. എങ്ങനെ ബാക്ക് ട്രാക്ക് കൊടുത്തു? രണ്ടാമതിരിക്കുന്നത് ഡയഗണൽ ആണെന്ന് കണ്ട ഉടൻ തന്നെ ബാക്ക് ട്രാക്ക് ചെയ്യും. അതാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. അതായത് ബാക്ക് ട്രാക്കിങ്ങിന് ഡിസിഷൻ പ്രോബ്ലം ആകാം. ഉദാഹരണം പറഞ്ഞാൽ ഇത് സം ഓഫ് സബ്സെറ്റിനൊക്കെ ബാക്ക് ട്രാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സെറ്റ് തന്നാൽ ഒരു സബ്സെറ്റ് കണ്ടതിന്റെ സം കാണിക്കാൻ പറയുന്നത്, അവിടെ ബാക്ക് ട്രാക്ക് ചെയ്യുക. അത് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം, അല്ലാതെ പറ്റുക. അതുപോലെ തന്നെ ഓപ്റ്റിമൈസേഷൻ, 0-1 നാപ്സാക്ക്. 0-1 നാപ്സാക്കിൽ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. എന്യൂമറേഷൻ എല്ലാ ഫീസിബിൾ സൊല്യൂഷനെയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് നിങ്ങളുടെ ബുക്കില് ഡെസിഷനും ഓപ്റ്റിമൈസേഷനും ആണ് കൂടുതൽ പറയുന്നത്. ഇതാണ് പറഞ്ഞത്. n×n ചെസ് ബോർഡ്, ലെറ്റ് us take 4 queens problem. No 2 queens attack by being in same row, column or diagonal. ഒരു സെയിം റോയിൽ വെക്കാൻ പാടില്ല, സെയിം കോളത്തിൽ വെക്കാൻ പാടില്ല, ഡയഗണൽ ആവാൻ പാടില്ല. ഇതിന്റെ സക്സസ് ആകുന്ന ഈ മൊത്തം 4 എണ്ണം വന്നാലും ഒരുപാട് നോട്ട്സ് വരുമെങ്കിലും സക്സസ് ആകുന്ന 2 കേസേ ഉള്ളൂ. അതിലൊന്ന് 2, 4, 1, 3 എന്ന് നോട്ടിഫൈ ചെയ്താൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ ഒന്ന്, അടുത്ത റോയിലെ 4th കോളത്തിൽ ഒന്ന്, ഇനി അടുത്ത റോയിലെ ഫസ്റ്റ് കോളത്തിൽ ഒന്ന്, അടുത്ത റോയിലെ 3rd കോളത്തിൽ ഒന്ന്. 4×4. ഇനി ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് 8×8 ഒക്കെ വരും. നമുക്ക് 4×4 ഒന്ന്. ഇങ്ങനെ ഒരു സൊല്യൂഷൻ. മറ്റൊരു സൊല്യൂഷൻ 3 എന്ന് പറയുന്നത് 3rd കോളത്തിൽ ഫസ്റ്റിനെ വെച്ചു.
ഫസ്റ്റ് കോളത്തിൽ തേർഡ് കോളത്തിൽ ഫസ്റ്റിനെ വെച്ചു, ഫസ്റ്റ് കോളത്തിൽ സെക്കൻഡിനെ വെച്ചു. ഓരോ റോയും ഓരോ ക്യൂനാണ്. അടുത്ത കോളത്തിൽ അടുത്ത ഫോർത്ത് കോളത്തിൽ മൂന്നാമത്തതിനെ വെച്ചു. അടുത്ത റോയിലെ രണ്ടാമത്തെ കോളത്തിൽ നാലാമത്തതിനെ വെച്ചു. ഇങ്ങനെ പക്ഷെ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ജനറേറ്റ് ദിസ് ട്രീ. ഇതാണ് അതിന്റെ സിമ്പിൾ. ഇങ്ങനെ കിട്ടണമെങ്കിൽ യു ഹാവ് ടു ജനറേറ്റ് ദിസ് ട്രീ. ഈ ട്രീയിൽ യു ഹാവ് ടു ബാക്ക് ട്രാക്ക്. ആ ബാക്ക് ട്രാക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് വിചാരിക്കാം, ഒന്നാമത്തെ ഒരു ക്യൂവിനെ എടുത്തു, ഒന്നാമത്തെ ഇതിലെടുത്ത് വെച്ചു, രണ്ടാമത്തെ കോളത്തിൽ വെച്ചു, 3 വെച്ചു, 4 വെച്ചു. കാരണം വേറൊരു ക്യൂവിന് തുടങ്ങുമ്പോ ഇല്ലാത്തത് കൊണ്ട് ഈ ക്യൂവിനെ ആ തുടക്കത്തിൽ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് എവിടെ വേണമെങ്കിലും എടുത്തു വെക്കാം, അല്ലേ? എവിടെ വേണമെങ്കിലും എടുത്തു വെക്കാം. ഇങ്ങോട്ട് വെക്കുമ്പോൾ എനിക്ക് ഇവിടെ വേണേ വെക്കാം, ഇവിടെ വേണേ വെക്കാം, ഇവിടെ വേണേ വെക്കാം, ഇവിടെ വേണേ വെക്കാം. അങ്ങനെ എവിടെ വേണേ വെക്കാവുന്ന കണ്ടീഷനാണ് യു ഹാവ് ഷോൺ ലൈക്ക് ദിസ്. അതല്ല, അത് പിന്നെ ആൻസർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. കണ്ടോ, 1-ൽ വെക്കാം, 2-ൽ വെക്കാം, 3-ൽ വെക്കാം, 4-ൽ വെക്കാം. എന്നിട്ട് ഇപ്പൊ ഇതെല്ലാം താഴോട്ട് എക്സ്പാൻഡ് ചെയ്യണം. താഴോട്ട് എക്സ്പാൻഡ് ചെയ്ത് ശരിക്കും ആ വലിയ ട്രീ ഞാൻ കാണിക്കാം. ഇത് ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു വലിയ ട്രീ ആയിട്ട് വരും. ആ ട്രീ വന്നിട്ട് ബാക്ക് ട്രാക്ക് ചെയ്ത് ഇവിടെ ഞാൻ ഇവിടെ 2A കിടപ്പുണ്ട് ആൻസർ. ഈ 2A, ബാക്കി എല്ലാം B കിടക്കാം. ഈ B ഇവിടെ മാത്രമല്ല, ഇവിടെ എല്ലാം B മേളിലും വരും. അതാണ്. അപ്പം ഇതിപ്പോ ഞാനൊരു പോർഷൻ മാത്രമേ വരയ്ക്കാനുള്ള സൗകര്യത്തിന് ഒരു പോർഷൻ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഈ പോർഷനില് ശ്രദ്ധിക്കാം, ഒന്നാമത്തേതിലും ഇതിങ്ങനെ 4 വെച്ചു, രണ്ടാമത്തത് വെച്ചു. രണ്ടാമത്തേതിന് അപ്പം ഫസ്റ്റ് ക്യൂവിന് ഇപ്പൊ സെക്കൻഡ് കോളത്തിൽ ഇരിക്കുന്നത് ഈ സിറ്റുവേഷൻ. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ക്യൂവിനെ എടുത്ത് ഫസ്റ്റ് കോളത്തിൽ വെച്ചു. ഇതാന്ന് വെച്ചു, ഇവിടെ എടുത്തു ഈ കോളത്തിലോട്ട് വെച്ചു. പറ്റുമോ? ഇത് തമ്മിൽ അറ്റാക്ക് ചെയ്യും. അതൊരു കൺസ്ട്രെയിൻ്റാണ്, ഒരു ബൗണ്ടിങ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ആദ്യം മറ്റേ കൺസ്ട്രെയിന്റ് വെച്ച് ട്രീ വരച്ചെങ്കിലും ട്രീയിൽ നിന്ന് ഈ കൺസ്ട്രെയിന്റ് വെച്ച് വേണം ബാക്ക് ട്രാക്ക് ചെയ്യും. ഇപ്പൊ ഇത് തമ്മിൽ അറ്റാക്ക് ചെയ്യും. അപ്പൊ അത് എന്ത് ചെയ്യണം? അങ്ങനെ കാണുന്ന സിറ്റുവേഷനിൽ നിന്ന് ഉടൻ തന്നെ പിന്നെ അത് താഴോട്ട് പിന്നെ ഒന്നും ഇത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബാക്ക് ട്രാക്ക് ഫ്രം ദാറ്റ് പൊസിഷൻ. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇവിടെ ഇനി ഞാൻ സൊല്യൂഷൻ ഒന്നുകൂടെ നോക്കി. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. 1 ഇതാണ്, 3-ഉം 1-ഉം ഇത് ആൻസറാണ്. 3 ഒന്ന് ശ്രദ്ധിക്കണം, 3, 1, 4, 2 ഇത് കറക്റ്റ് ആൻസർ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സിറ്റുവേഷനെയാണ് ഇത് കാണിക്കുന്നത്. 3-ൽ x(1) ഫസ്റ്റിനെ എടുത്ത് 3, ഫസ്റ്റ് ക്യൂവിന് ഇപ്പൊ 3-ലും, സെക്കൻഡ് ക്യൂവിന് ഇപ്പൊ ഫസ്റ്റിലുണ്ട്. തേർഡ് ക്യൂവിനെ എടുത്ത് 2-ലേക്ക് വെച്ചു. ഈ സിറ്റുവേഷൻ 2-ലേക്ക് വെച്ചു. 2-ലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ഇത് അറ്റാക്ക് ചെയ്യും, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ബാക്ക് ട്രാക്ക് ചെയ്യും. യഥാർത്ഥത്തിൽ ട്രീ മൊത്തം ജനറേറ്റ് ചെയ്ത് വരുന്നെങ്കിലും അൽഗോരിതം ഈ B വരെ നോക്കുന്നുള്ളൂ, താഴോട്ട് നോക്കുന്നില്ല. ഒരു പക്ഷേങ്കിൽ ഈ B ചിലപ്പോൾ ഇവിടെ വരാം. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര മുമ്പേ B വരുന്നോ അത്രയും നല്ലത്. B വന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത താഴത്തെ ഒരു നോഡ് നോക്കില്ല. എന്നൊക്കെ ഇത് കണ്ടോ, ഇത് വരച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് നോക്കി എത്ര കുറവ് ആൻസർ എന്ന് നോക്കി. ഇങ്ങനെ ഏതാണ്ട് 2 ആൻസറേ ഉള്ളൂ. എത്ര ലീഫ് നോഡ് ജനറേറ്റ് ചെയ്തെന്ന് നോക്കി. അപ്പൊ അതാണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ അതേ ഉള്ളൂ. അപ്പൊ ഒരുപാട് നോട്ട്സ് ആവശ്യമില്ലാതെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ നോട്ട്സിനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ബാക്ക് ട്രാക്ക് കൊടുത്തു. ഇവിടെ ആൻസർ വരെ വന്നു. ഇതാണ് ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. 3, 1, 2. ഇവിടെ 2 എന്ന് പറയുന്നത് കാരണം അതങ്ങനെ വെക്കാൻ പറ്റുകയില്ല. വെച്ച് കഴിഞ്ഞാൽ അത് ഡയഗണലാവും. അടുത്തത് ഇതേപോലെ തന്നെ അടുത്ത ആൻസർ എന്ന് പറഞ്ഞാൽ കണ്ടോ, അതായത് 2, 4, 1, 3 എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു. 2, 4, 1, 3 പ്രശ്നമൊന്നുമില്ല, ഒരറ്റാക്കും വരികയില്ല. പക്ഷെ ഇവിടെ നോക്കി 2, 4 പിന്നെ 2-ലേക്ക് കൊടുത്തിരിക്കുക. ഇതിന്റെ അർത്ഥം എന്നതാ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ ആദ്യത്തെ ക്യൂവിനെ വെച്ചു, അടുത്തതിനെ 4th
കോളത്തിൽ വെച്ചു, പ്രശ്നമൊന്നുമില്ല. ഡയഗണലും അല്ല, സെയിം റോയും അല്ല, സെയിം കോളും അല്ല. പക്ഷെ അടുത്തതിനെ എന്ത് ചെയ്തു? 2ലേക്ക് എടുത്തു വെച്ചു. സെയിം കോളം അല്ലേ? സെയിം കോളം ആയി കഴിഞ്ഞപ്പോ പിന്നെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ വെച്ച് ബാക്ക് ട്രാക്ക്. ഈ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് മൊത്തത്തിലുള്ള ആ ട്രീയ കണ്ടോ. ഇത്രയും വലിയൊരു ട്രീയെ നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതാണ് ബാക്ക് ട്രാക്കിംഗ്. ഈ ബാക്ക് ട്രാക്കിംഗ് ഒരു ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ മുമ്പേ കാണിച്ച ഫിഗറിൽ പറയുന്നത്. ഇത് ഇതുപോലെ തന്നെയുള്ള വേറൊരെണ്ണം, ഗ്രാഫ് കളറിംഗ്. ഇപ്പൊ ഇച്ചിരി മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, ഗ്രാഫ് കളറിംഗ് അൽഗോരിതത്തിലെ ഒരു ക്വസ്റ്റ്യന് പിന്നെ ചോദിക്കുന്നത് എങ്ങനെയായിട്ടാ, ഗ്രാഫ് കളറിംഗിന്റെ മിനിമം നമ്പർ എത്ര ആണെന്നോ എത്ര നമ്പർ വേണമെന്നുള്ള ചോദ്യത്തിന്റെ രീതിയിലല്ല ഈ അൽഗോരിതം പോകുന്നത്. പകരം ഏത് ക്വസ്റ്റ്യനിലെ ഇത് ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ് ഇറ്റ് പോസിബിൾ, യെസ് ഓർ നോ, ഡിസിഷൻ പ്രോബ്ലം. അല്ലാതെ എത്ര നമ്പർ ഉണ്ട്, എത്ര നമ്പർ വേണം, അൽഗോരിതത്തിന്റെ ക്വസ്റ്റ്യൻ അതല്ല. ഈസ് ഇറ്റ് പോസിബിൾ, ട്രൂ ഓർ ഫോൾസ്. ട്രൂ എന്ന് ഇത് അൽഗോരിതം അങ്ങനെ റിട്ടേൺ ചെയ്യും. ഇപ്പൊ ഈ അൽഗോരിതം നിങ്ങൾക്കില്ല എങ്കിലും അത് ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇവിടെ കണ്ടോ, ഇവിടെ ഇതേ രീതിയിൽ തന്നെ ഇതിപ്പോ ഒരു 4 നോഡാണ്. ഈ 4 നോഡ് ഉള്ളതില് ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. ഇത് ഇപ്പൊ ഫസ്റ്റില് നമ്മൾ 1, 2, 3 ആദ്യത്തെ നോഡിന് 3 കളറാണ്. 4 നോഡും 3 കളറും. ഒന്ന് വിചാരിച്ചത്, നമ്മുടെ 4 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് 3 കളറും. ഈ 4 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിനെ ഈ 3 കളർ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ നോക്കുന്നത്. അപ്പൊ ഇവിടെ 1ഉം 2ഉം 3ഉം കൊടുത്തു. അടുത്ത ലെവലില് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇവിടെ 1 കൊടുക്കാൻ പറ്റുമോ? കാരണം ഇത് തൊട്ടടുത്ത നോഡാണ്. അവിടെ എന്ത് കൊടുത്തു? 2ഉം 3ഉം കൊടുത്തു. ഇവിടെ 2 കൊടുത്തപ്പോ എന്ത് കൊടുത്തു? 1ഉം 3ഉം കൊടുത്തു. ഇങ്ങനെ കൊടുത്തു. ഇപ്പം ഇവിടെ 1 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, അത് കഴിഞ്ഞ് ഇവിടെ 1 കൊടുത്തു. ഇവിടെ 1, 2, 1, 2 കുഴപ്പമില്ല. എന്നാൽ ചില കേസിൽ ഇതിപ്പം ആൻസർ തന്നെ വന്നിരിക്കുകയാണ്, സൊല്യൂഷൻ തന്നെ വന്നിരിക്കുക. എന്നാൽ ഇപ്പൊ ഇവിടെ 1 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 4 കൊടുത്തു, ഇവിടെ പിന്നെ 1 കൊടുത്താലോ അഡ്ജസ്റ്റന്റിന് സെയിം കളറായി അല്ലേ? അപ്പൊ അവിടെ ബാക്ക് ട്രാക്ക് ചെയ്യണം. അപ്പൊ നോക്കി 1, 2, 1, 2, 1 കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത്? 1, 2 ഡിഫറൻറ്റ് ഈ 1 ആയതുകൊണ്ട്. നേരെ വെച്ച് ട്രയാങ്കിൾ ആയിരുന്ന പ്രശ്നമായേനെ. ട്രയാങ്കുലർ ഷേപ്പിലായിരുന്നെങ്കിലോ 1 ഇവിടെ കൊടുത്തു, 2 അവിടെ കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, ഇത് അഡ്ജസ്റ്റന്റ്. അതാണ് അതിനകത്ത് നോക്കുന്നത്. 1, 2, 1, 2 കണ്ടോ, 1, 2, 1, 1, 2, 1, 2. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ കുഴപ്പമില്ലാത്ത നോഡുകളാണ് ഈ കാണിക്കുന്നത്. നേരെ മറിച്ച് ഉണ്ട് ഇവിടെ കണ്ടോ, ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇതൊരു 3 നോഡാണ്. 1 കണ്ടോ, താഴെ 1, 2, 3 എന്ന് കൊടുത്തു. അപ്പൊ അടുത്തുള്ള നോഡിന് സെയിം കളർ വന്നു. അപ്പൊ ഉറപ്പായിട്ട് ഇവിടെ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യും. അതായത് 3 നോഡ് 6 പോസിബിലിറ്റി അതിനകത്ത് വരുള്ളൂ. ഇവിടെ 1 വന്നു, ഇവിടെയും 1 വന്നു. അത് കഴിഞ്ഞിട്ടേ ബാക്ക് ട്രാക്ക് ഇടാവുള്ളൂ. ഇവിടെ ഇടരുത്. ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു. അപ്പൊ ഇവിടെ ബാക്ക് ട്രാക്ക്. ഇതാണ് ഈ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കൺസെപ്റ്റ്. നോക്കാം. ഇനി നെക്സ്റ്റ് ആണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 സൊല്യൂഷൻ ഉണ്ട്. യൂസ് എ സ്റ്റേറ്റ് സ്പേസ് ട്രീ. ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയും. ലൈവ് നോഡ്. ലൈവ് നോഡ് എന്ന് പറഞ്ഞാൽ നോഡ് ജനറേറ്റഡ് ബട്ട് ചിൽഡ്രൻ നോട്ട് ജനറേറ്റഡ്. അതായത് നമ്മൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. സെർച്ച് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നോഡൊക്കെ ജനറേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ഇപ്പൊ ഇവിടെ ഇതൊരു ജനറേറ്റ് ചെയ്ത നോഡാണ്. ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഈ നോഡുകൾ. ഇപ്പൊ ഇതിന്റെ ചിൽഡ്രൻ വന്നിട്ടില്ല. ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ചിൽഡ്രൻ ഉണ്ട്. അപ്പൊ പിന്നെ അത് നോക്കണ്ട. ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ചിൽഡ്രൻ വന്നിട്ടില്ല. ചിൽഡ്രൻ ആയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ലൈവ് നോഡ് എന്ന് പറയും. ഈ നോഡ് എന്ന് പറഞ്ഞാൽ ലൈവ് നോഡ് ഉണ്ട്, അതിന്റെ ചിൽഡ്രനെ നോക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ചിൽഡ്രൻ ഇപ്പം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ലൈവ് നോഡ് അതെ, ഇവിടെ ഇപ്പൊ ചിൽഡ്രൻ വന്നിട്ടുണ്ട്. ലൈവ് നോഡ് 2, 3, 4, 5. അത് കഴിഞ്ഞ് അതിന്റെ ചിൽഡ്രനും കൂടെ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് എന്തായിട്ട് മാറി?
ഈ നോഡായി. എക്സ്പ്ലോർ ചെയ്യുന്ന നോഡ് എന്നുള്ളതാണ് ഈ നോഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. എക്സ്പ്ലോർ ചെയ്യുന്ന നോഡ്. ഡെഡ് നോഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ടു ബി എക്സ്പാൻഡഡ് ഓർ ഫർദർ എക്സ്പ്ലോർഡ്. ചിൽഡ്രൻ ഓഫ് ഡെഡ് നോഡ് ഹാവ് ഓൾറെഡി ബീൻ എക്സ്പ്ലോർഡ്. അതായത് ചിൽഡ്രനെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം അത് ഡെഡ് നോഡാണ്, കാരണം അത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ഒരു പഴയ ഫിഗർ വെച്ച് നോക്കിയാൽ ഈ ഫിഗർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന ആൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഡെഡ് നോഡാണ്. ഇതിന്റെ ചിൽഡ്രനെ ഒന്നും പിന്നെ സെർച്ച് ചെയ്യേണ്ട, സൊല്യൂഷൻ ആയി കഴിഞ്ഞു. ഇതിപ്പം ഡെഡ് നോഡാണ്. കാരണം നേരെ മറിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ലൈവ് നോഡോ, ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവ് നോഡാകാം, ഈ നോഡാകാം. ഇങ്ങോട്ട് വരച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഇത് ലൈവ് നോഡാണ്. ഇത് രണ്ടും കൂടെ എക്സ്പാൻഡ് ചെയ്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നോഡാണ്. എക്സ്പ്ലോറിംഗ് നോഡ് എന്നുള്ളതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. നോഡ് ശരി. ഇനി അതിലെ ഡിഫറൻറ്റ് സൊല്യൂഷൻ, ഇതാണ് പ്രധാനം. ഒരു പിന്നെ ഇതിന്റെ അൽഗോരിതത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിഫറൻറ്റ് സൊല്യൂഷൻസ്. അതിലൊരു സൊല്യൂഷനെ നമ്മൾ സെലക്ട് ചെയ്യും. അതായത് അത് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയുമ്പോൾ ഇച്ചിരി, കാരണം നിങ്ങൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കണ്ടിട്ടില്ല, ഞാൻ ഇതാ കാണിക്കുന്നത്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒരു ഫിഗർ ഇത് നിങ്ങളിത് ബോദർ ചെയ്യണ്ട, കാരണം ഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഇത് സിലബസിൽ ഇല്ല, നിങ്ങൾ ഇതിനകത്തില്ല. എങ്കിലും അതിന്റെ ഐഡിയ ഞാൻ പറയുകയാണ്. ഇവിടെ ഇതൊരു നോഡാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ, ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ടും പോകാം. ഇത് -38 -32 എന്നല്ല. അപ്പം അവിടുന്ന് ഒരു കണ്ടീഷൻ വഴിയാണ് ഈ -32 -22, ഇവിടെ -32 38 -32 ഉണ്ട്. ഈ രണ്ട് നോഡും ഇതിനകത്തുണ്ട്. ഈ ഒരു നോഡ് ഡെഡ് ആക്കാനുള്ള കണ്ടീഷൻ ഈ അൽഗോരിതം പറയുന്നുണ്ട്. ഒരു നോഡ് ഡെഡ് ആക്കാനുള്ള കണ്ടീഷൻ. ആ കണ്ടീഷൻ രണ്ടിനും പ്രശ്നമില്ലാത്തതുകൊണ്ട് രണ്ടും ലൈവ് നോഡാണ്. മനസ്സിലായോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതും ലൈവ് നോഡാണ്, ഇതും ലൈവ് നോഡാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, എങ്ങോട്ട് പോകും? ഇതും ലൈവ് നോഡാണ്, ഇതും ലൈവ് നോഡാണ്. കാരണം ഡെഡ് ആക്കാൻ വേണ്ടി, അതായത് ഞാനത് കോംപ്ലിക്കേഷൻ ആകാതിരിക്കാൻ വേണ്ടി പറയാണ്, സി വാല്യൂ യു വാല്യൂ എന്നൊക്കെ പറയും. അതായത് യു വാല്യൂ ലെസർ വാല്യൂ വന്നാൽ യു അപ്ഡേറ്റ് ചെയ്യണം, സി യുവിനേക്കാൾ ചെറുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ സി ഡെഡ് ആണ്, അങ്ങനെയൊക്കെ പറയും. ഇവിടെ അതൊന്നും നോക്കണ്ട. ഏതായാലും ഇത് രണ്ടും ഡെഡ് ആയിട്ടില്ല എന്ന് വിചാരിക്കുക. രണ്ടും ഡെഡ് ആയിട്ടില്ല, ഈ പ്രോബ്ലത്തിൽ ഡെഡ് ആയിട്ടില്ല. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഇത് രണ്ടും നമുക്ക് പോസിബിൾ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയും. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബൈ എക്സ്പെരിമെന്റ്, ഒരു അൽഗോരിതത്തിലെ ഒരു ബൈ എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന വഴിക്കൂടെ പോയാലാണ് ബെസ്റ്റ്. അതിന് നിശ്ചയിച്ചൊരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ഒന്നുമില്ല. അതൊരു ഡെവലപ്പ് ചെയ്ത ഒരാളുടെ ജീനിയസാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ രണ്ടെണ്ണത്തിൽ എങ്ങോട്ട് പോകണമെന്നുള്ളത് ഇത് ഈ നിങ്ങളുടെ അൽഗോരിതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം, ഗോ ടു ലെസർ സൈസ്. മൈനസ് ആണ് -32 -38, ഇത് ഇങ്ങോട്ട്. ഇത് ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെയും രണ്ട് വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ മൈനസ് ആയിട്ട് ചെറുത് ഇവിടെ വരും. അതിന് ചെറുത് വരേണ്ട കാര്യമൊന്നുമില്ല, രണ്ടും ലൈനോടാണ്. ഇവിടുന്ന് വരും, ഇവിടുന്ന് വന്ന് ഇങ്ങോട്ടും പോകും. ഇത് അവസാനം ഡെഡ് ആകും, ഇത് സൊല്യൂഷൻ കിട്ടും. നമ്മുടെ ഇതിന്റെ സൊല്യൂഷനാണ് ഇവിടെ വരുന്നത്. വളരെ പവർഫുൾ അൽഗോരിതമാണ്. പക്ഷെ പവർഫുൾ അൽഗോരിതം എന്ന് പറയുമ്പോൾ കോംപ്ലക്സിറ്റി കൂടുതൽ. അതായത് 15 സൈസ് ആയിട്ട് വരുന്ന വിധത്തിൽ പ്രോബ്ലം കണ്ടാൽ സിമ്പിൾ ആണ്. 1011 എന്നുള്ള അല്ല 1101 എന്നുള്ള രീതിയിലായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ. 2 4 6 9 15 1101 എന്നുള്ള രീതിയിലായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ അതിന് തക്ക വിധത്തിൽ ഇത് കിട്ടും. കണ്ടോ, 1101 ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്. അതിന്റെ സൊല്യൂഷൻ വരുമ്പം ഈ രണ്ടിടത്തും ഇങ്ങനെ ഈക്വൽ ഇത് വന്നിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ഹ്യൂറിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇത് നമ്മൾ ഇടും. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ, മുമ്പോട്ട് കയറി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ വന്നു. ഇത് മൊത്തം ഇതിങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കാം ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിന്റെ. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ ഏറ്റവും ഇതായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞത്. ഇതില് കുറെ എണ്ണം പറയുന്നുണ്ട്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ തന്നെ പറയുന്നുണ്ട് ലീസ്റ്റ് കോസ്റ്റ് സെർച്ച്, ഫിഫോ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, അതുപോലെ തന്നെ ലിഫോ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ഫിഫോ എന്ന് പറയുമ്പോൾ BFS ബ്രെഡ് ഫസ്റ്റ് സെർച്ച് യൂസ് ചെയ്യുന്നു, മറ്റേടത്ത് DFSഉം യൂസ് ചെയ്യുന്നു, അതായത് ക്യൂവും സ്റ്റാക്കും യൂസ് ചെയ്യുന്നു.
ഇത് ലൈവ് നോഡാണ്. ഇത് ക്യൂവിൽ ഇൻസെർട്ട് ചെയ്യാം. അതായത് 1, 2, 3, 4, 5 ആണെങ്കിൽ ക്യൂവിൽ വരുമ്പോൾ 1, 2, 3, 4, 5 വന്നിട്ട് ഇതിപ്പം ക്യൂ ആണല്ലോ, എല്ലാം കൂടെ 6, 7, 8, 9 കൂടെ അതിനകത്ത് പെടുത്തി ക്യൂവിലേക്ക് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, പിന്നെ സ്റ്റാക്ക് ആയതുകൊണ്ട് 2 ഇല്ലെന്നുണ്ടെങ്കിൽ 3 വന്നു, പിന്നെ 4 വന്നു, അവിടെ 8, 9 കൊടുക്കും. ഇന്നലെ നമ്മൾ ചെയ്ത ആ ഇത് ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ഒരു 2 എണ്ണം ഉണ്ടായിരുന്നല്ലോ, സ്റ്റാക്കിംഗ് ക്യൂവും വെച്ച് BFSഉം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് അതിന്റെ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞാണ്. ഇൻ ബോത്ത് LIFO, FIFO, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ആണ് BB. സെലക്ട് റൂൾ ഫോർ നെക്സ്റ്റ് ഇനോഡ് ഈസ് റിജിഡ് ആൻഡ് ബ്ലൈൻഡ്. അതായത് അടുത്ത നോഡ് ഏതെന്നുള്ളത് ഒരു ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് വരികയാണ്. ബ്ലൈൻഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു ഹ്യൂറിസ്റ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് നോക്കാം. LC സെർച്ച്. LC സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1, 2, 3, 4, 5 ഇത്രയേ ഉള്ളൂ. ഇതിലെ ലീസ്റ്റ് എടുക്കും. അവിടുന്ന് 6, 7. ഇനിയിപ്പോ പോകുന്നത് 7 എന്നായിരിക്കും. ഓബ്വിയസ് ആണ്. 1, 2, 3, 4, 1, 2, 6, 7 ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളിടത്തുനിന്ന് പ്രൊസീഡ് ചെയ്യും. ഇത് തന്നെ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ വരിക. ഇതൊരു എന്താ പറയുന്നത്, 16 പസിൽ എന്ന് പറയും. നോക്കുക, ഇത്രയും എലമെന്റ് ഉണ്ട്. ഇത്രയും എലമെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വേക്കന്റ് ആയിട്ട് ഒരെണ്ണമുണ്ട്. ആ വേക്കന്റ് ആയിട്ടുള്ളതിനെ ഇവിടെ ഒരു വേക്കന്റ് ആയിട്ടൊരു ഇത് വരും. ആ വേക്കൻസിയെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പിന്നെ അപ്പാക്കാം, മേലോട്ട് കൊണ്ടുപോകും അല്ലെ. മേലോട്ട് കൊണ്ടുവന്നപ്പോ ഇതിങ്ങനായി 1, 2, 3, 9, 5, 6, 7, 8 ഇങ്ങനെ കുറെ വാല്യൂസ് വന്നു. അപ്പൊ അവിടെ കുറച്ച് എറർ വന്നു. പിന്നെ ഇതിനെ ഈ വേക്കന്റ് ആയിട്ടുള്ളതിനെ നമുക്ക് വേണേ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ ലെഫ്റ്റോ റൈറ്റോ ആണ്. അപ്പം നമുക്ക് 4 ഇത് കിട്ടും. അത് നിങ്ങൾ പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കൂ. ഞാൻ ഐഡിയ മാത്രം പറയാം, വലിയ കാര്യമൊന്നുമുള്ളതല്ല. ഇവിടുന്ന് ഒന്നിൽ താഴോട്ട് കൊണ്ടുപോവാം, ഇവിടെ ഒന്നിൽ മേളിലേക്ക് കൊണ്ടുപോവാം, പിന്നെ ഒന്ന് താഴേക്ക് കൊണ്ടുപോവാം, ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവാം, റൈറ്റിലോട്ട് കൊണ്ടുപോവാം. ഇങ്ങനെ 4 എണ്ണം കിട്ടും. അപ്പൊ അതിനൊക്കെ ഓരോ എറേസ് ഉണ്ട്. എറേസ് ആണ് അതിന്റെ കോസ്റ്റ്. ലീസ്റ്റ് എറേസ് ഉള്ളിടത്തുനിന്ന് അടുത്തടുത്തോട്ട് പോകും. എന്നിട്ട് പിന്നെ ഇതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്, അപ്പിലേക്ക്, ഡൗണിലേക്ക് അങ്ങനെയെല്ലാം കൊണ്ടുവരും. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് ലാസ്റ്റ് അവിടത്ത് വെച്ച് ഇത് ചെയ്യും. അതായത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിനകത്ത് എന്താ പറയണ്ടേ, നമ്മളെ കാണിച്ചതായിട്ട് അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോക്കുക. ഇത്രയേ ഉള്ളൂ. 1, 2, 3 ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വിടവ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ എറർ വന്നു, ഓർഡറിൽ എറർ. ഇതിൽ നിന്ന് പിന്നെ ഒരെണ്ണം അപ്പ് കൊടുത്തു, പിന്നെ ഒരെണ്ണം ഇത് കൊടുത്തു, പിന്നെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ തിരിച്ചു നോക്കിയപ്പോഴെല്ലാം ഇത് മാറി, ഓർഡർ മാറിയിട്ടുണ്ട്. പക്ഷെ പിന്നെ എറർ കൂടുക. അപ്പൊ ലീസ്റ്റ് എറർ വരുന്നിടത്തുനിന്ന് പ്രൊസീഡ് ചെയ്യും. പിന്നെ അപ്പും ഡൗണും ലെഫ്റ്റും റൈറ്റും നോക്കും, ഇതേ പൊസിഷൻ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് അപ്പ് 3 താഴെ വരും അല്ലെ, ഇത് അപ്പ് എന്ന് പറഞ്ഞാൽ 3 താഴെ വരും. അങ്ങനെ ഈ പറഞ്ഞ ഇതെല്ലാം ഈ പറഞ്ഞ താഴോട്ട് ഇവിടം വരെ വരും. ഇത് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തിലാണ് ഞാൻ ഈ പറഞ്ഞ സംഗതികൾ. അപ്പൊ അത് നിൽക്കട്ടെ, നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ ഒന്ന് നോക്കാം. കാരണം ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഒരു തിയറിറ്റിക്കൽ ടോപ്പിക്കാണ്. ഈ മറ്റേതല്ല, ബാക്ക് ട്രാക്കിംഗ് അല്ല, പിന്നെ ENP ഹാർഡ് എന്ന് പറയുന്നത്. ഞാനത് ഒന്നുകൂടെ ഒന്ന് ഇതിന്റെ പറയാം. ജനറലി നമ്മുടെ അൽഗോരിതംസ് രണ്ടായിട്ട് നിൽക്കും. ക്ലസ്റ്റേഴ്സ്. രണ്ട് ക്ലസ്റ്റേഴ്സ്.
അപ്പം ഈ രണ്ട് ക്ലസ്റ്റർ ഇതില് രണ്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കുന്നു. ഈ ക്ലസ്റ്റേഴ്സിൽ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് ക്ലസ്റ്റേഴ്സ് എന്ന് പറയും. ആ രണ്ട് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോളിനോമിയലും മറ്റത് എന്താ പറയണ്ടേ എക്സ്പൊണൻഷ്യലുമാണ്. ഈ പോളിനോമിയൽ അൽഗോരിതം എന്ന് പറയുന്നത് പോളിനോമിയൽ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി കുറവാണ്. മനസ്സിലായി? പോളിനോമിയൽ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി കുറവാണ്. എക്സ്പൊണൻഷ്യൽ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി വളരെ കൂടുതലാണ്. അത് യൂസ് ചെയ്യുന്ന റിസോഴ്സസും വളരെ കൂടുതൽ. അപ്പം റിസോഴ്സസ് കൂടുതലുള്ള എക്സ്പൊണൻഷ്യൽ മാറ്റി പോളിനോമിയൽ ആക്കണമെന്ന് എപ്പോഴും നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ it has been seen that these two clusters are rigid and there is no overlap in between. This is called a fundamental problem of computer science. ആ രീതിയിൽ നിങ്ങൾ ചോദിച്ചാല് ഫണ്ടമെന്റൽ പ്രോബ്ലം ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പിന്നെ ഇതിനെപ്പറ്റി പറയും. അതായത് രണ്ട് ക്ലസ്റ്റർ ആയിട്ട് നിൽക്കുന്നു. ആ ക്ലസ്റ്ററിൽ നിന്ന് ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റിയതില്ല. അപ്പം എന്താണ് ഈ പിന്നെ അൽഗോരിതം, പിന്നെ ഏതൊക്കെയാണ് പോളിനോമിയൽ, ഏതൊക്കെയാണ് എക്സ്പൊണൻഷ്യൽ? പോളിനോമിയൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്നത് എന്താ പറയണ്ടേ, പിന്നെ സിമ്പിൾ അൽഗോരിതംസ്, സെർച്ചിങ്, സോർട്ടിങ്, ബൈനറി സെർച്ച് ഒക്കെ സിമ്പിൾ അൽഗോരിതംസ്. അവിടെ ഒരിക്കലും 2n എന്നോ e⁻p എന്നോ പറയുന്ന ടേംസ് ഉണ്ടാകും. നേരെ മറിച്ച് കോംപ്ലിക്കേറ്റഡ് അൽഗോരിതംസ് എന്ന് പറയുന്നത് ട്രാവലിംഗ് സീരീസ് പേഴ്സൺ പ്രോബ്ലം, നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട ഒരു ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഉണ്ടല്ലോ, പിന്നെ 0 1 ആപ്സാക്കി ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് കൊണ്ട് ചെയ്യുന്ന അത് എല്ലാം എക്സ്പൊണൻഷ്യൽ അൽഗോരിതം. അപ്പം ഇപ്പൊ ഇതിനകത്ത് ട്രാവലിംഗ് സീരീസ് പേഴ്സൺ പറയുന്നുണ്ട്, ട്രാവലിംഗ് സീരീസ് പേഴ്സണും ഇതിനകത്ത് വരുന്നുണ്ട്. ആ അത്രയും അൽഗോരിതങ്ങളും എക്സ്പൊണൻഷ്യലാണ്. അപ്പം ദർ ഇസ് നോ വേ ഇൻ വിച്ച് ദർ ഇസ് എ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദീസ്. എങ്കിലും നമ്മൾ സാറ്റിസ്ഫയബിലിറ്റി ടെക്നിക്ക് എന്ന് പറഞ്ഞ കാണിക്കുന്നുണ്ട്. അതില് നമ്മളൊരു പ്രോബ്ലത്തിന്റെ മോഡൽ ഉണ്ടാകും. വേറൊരു വിധത്തിൽ പറഞ്ഞു, നമ്മളൊരു പ്രോബ്ലത്തിന്റെ മോഡൽ ഉണ്ടാകും. ആ മോഡല് പിന്നെ ഈ പറഞ്ഞ പോളിനോമിയലായിട്ട് സോൾവ് ചെയ്യാമോ എന്ന് നോക്കും. കാരണം ആ മോഡൽ ഉണ്ടാക്കുന്നതിന് കാരണമുണ്ട്. ഇത്രയും പ്രോബ്ലംസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു ടേമാണ് 2n. അപ്പൊ ഈ 2n എന്ന് പറയുന്നത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ 2n പിന്നെ വരുന്ന പോലെ ഒരു ചെറിയ പ്രോബ്ലം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ പോളിനോമിയൽ കോംപ്ലക്സിറ്റി സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അത് പോളിനോമിയൽ കോംപ്ലക്സിറ്റി സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൾ അതർ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ഇൻ പോളിനോമിയൽ ടൈം. ഇതാണ് NP ഹാർഡ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു ഐഡിയ വരുന്നത്. കാരണം NP ആയിട്ടുള്ള ഒരെണ്ണത്തിനെ പോളിനോമിയൽ ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ NPയിൽ നിന്ന് ഉള്ള എല്ലാ പ്രോബ്ലത്തിനെയും അതിനെയാണ് NP ഹാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഇങ്ങനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന സാറ്റിസ്ഫയബിലിറ്റി എന്ന് പറയും. നോക്കാം. Algorithm exponential time needs more time and resources. Is there a way to convert exponential to polynomial? എക്സ്പൊണൻഷ്യലിനെ പോളിനോമിയലിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? Can we find an algorithm for traveling series person with this polynomial? ഫണ്ടമെന്റൽ പ്രോബ്ലം അതാണ്. ട്രാവലിംഗ് സീരീസ് പേഴ്സൺ പോലെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലത്തിനെ
നമുക്ക് പോളിനോമിയൽ ആക്കാൻ പറ്റും. ഓക്കെ, പോളിനോമിയൽ ടൈം ഞാൻ ഒന്നുകൂടെ പറയാം. ലീനിയർ സെർച്ച് n ആണ് കോംപ്ലക്സിറ്റി, ബൈനറി സെർച്ച് log n ആണ്, ഇൻസർഷൻ സോർട്ട് n സ്ക്വയർ ആണ്, മെർജ് സോർട്ട് n log n ആണ്. ഇത്രയും കോംപ്ലക്സിറ്റീസ് ഉണ്ട്. എക്സ്പോണൻഷ്യൽ ടൈം എന്ന് പറയുന്നത് 0-1 നാപ്സാക്കിന്റെ 2n ട്രാവലിങ് ഉണ്ടോ, ഇതിനെല്ലാം ഈ 2n എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. ഇതിനകത്ത് വേറെ ടേംസ് ഉണ്ട് കേട്ടോ, ഇത് മാത്രമല്ല എലമെന്റ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ള ഒരു ചെറിയ ഒരു മോഡൽ ഉണ്ടാക്കി അതിനെ നമുക്ക് പോളിനോമിയൽ ആക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും യു ക്യാൻ ഡെവലപ്പ് എ പോളിനോമിയൽ അൽഗോരിതം ഫോർ ഓൾ ദീസ് കോംപ്ലിക്കേറ്റഡ് അൽഗോരിതംസ്. നോക്കാം, ഇതിൽ തന്നെ ട്രാക്റ്റബിൾ എഫിഷ്യന്റ് അൽഗോരിതം, സെർച്ചിങ് ഓർഡേഡ് സെറ്റ് സെർച്ച് ചെയ്യാന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് എഫിഷ്യന്റ് ആണ്. കാരണം അതല്ലെങ്കിൽ തന്നെ ഓർഡേഡ് ആണ്. അത് നമ്മൾ ബൈനറി കണ്ടില്ലേ, നേരെ പകുതിക്ക് ഒന്ന് എടുക്കും, നേരത്തെ ലെഫ്റ്റിലോട്ട് പോകും, റൈറ്റിലോട്ട് പോകും, ആക്ച്വലി ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. അതുപോലെ സോർട്ടിങ്, മർജ് സോർട്ട് ഒക്കെ കണ്ടാണ്. എന്നാൽ നോൺ ട്രാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് അൽഗോരിതം യൂസിങ് പോളിനോമിയൽ ടൈം. ടവർ ഓഫ് ഹാനോയി എന്ന് പറയുന്നത് ഈ ഇതാണ്. ടവർ ഓഫ് ഹാനോയി എന്ന് പറയുന്നത് ഒരു കുറെ കുറെ ഡിസ്ക് വെച്ചിട്ട് ഏറ്റവും വലിയ ഡിസ്ക് താഴെയും അതിന് മേളിൽ വലുത് അതിന് മേളിൽ വലുത് ആ രീതിയിൽ ഓർഡറിൽ കൊണ്ട് വെക്കാമോ എന്നറിയില്ല. അതൊരു റെക്കസീവ് ആയിട്ട് ആ ഫംഗ്ഷൻ അതിനെ കോൾ ചെയ്യും. അപ്പൊ റെക്കസീവ് ആയിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വൺ ഇൻ വിച്ച് എ സെറ്റ് ഓഫ് വേരിയബിൾസ് ആർ ഗിവൻ റിക്വസ്റ്റ് ടു എയ്തർ മാക്സിമൈസ് ഓർ മിനിമൈസ്. അതായത് മാക്സിമൈസ് സം മാക്സിമൈസ് പ്രോഫിറ്റ് സിംഗിൾ. അതായത് പറഞ്ഞു വരുന്ന ഇതാണ്, ഒരു സെറ്റിങ് തന്നു, സെറ്റ് തന്നാൽ നിങ്ങൾ ഫ്രാക്ഷൻ എടുക്കുക. ഒരു ഉദാഹരണം 1,0,1 ഇങ്ങനെ ഒരു സെറ്റ് നമുക്ക് തന്നെന്ന് വെച്ചു. ഇങ്ങനെ ഒരു സെറ്റ് നമുക്ക് തരികയാണ്, എന്നിട്ട് നമ്മളോട് പറയുകയാണ് വെയിറ്റ് എന്ന് പറഞ്ഞു. വെയിറ്റ് ഇങ്ങനെ വെയിറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് മാക്സിമം വെയിറ്റ് ഇതിനകത്തുനിന്ന് എടുക്കുന്നത് എന്താ പറയണ്ടേ, 9 ആയിരിക്കണം, 9 ആയിരിക്കണം എന്ന് പറയും. ഇപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് 2ഉം 6ഉം 8ഉം ഉണ്ട്. 9 കിട്ടും. 9 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2ഉം 6ഉം കൂടെ എടുക്കാം. ഫുൾ എടുക്കാനായിട്ട് 8 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ സൊല്യൂഷൻ എന്താവും? 2ഉം 6ഉം കൊണ്ട് നിങ്ങൾ സൊല്യൂഷൻ നിർത്തും, ഇല്ലേ? 2ഉം 6ഉം കൊണ്ട് നിങ്ങൾ സൊല്യൂഷൻ നിർത്തും, 110 എന്ന് പറഞ്ഞു. കാരണം അതേ പറ്റുള്ളൂ. കാരണം 8 എടുക്കത്തില്ല, 9 അല്ലേ എടുക്കത്തുള്ളൂ. ഇത് ഡിസിഷനാണ്. ഓപ്റ്റിമൈസേഷൻ അങ്ങനെയല്ല. 1 എടുക്കും, 2, 6 എടുക്കും, 8, 9 അല്ലേ എടുക്കാം. 9 എടുക്കാന്നാണല്ലോ പറഞ്ഞത്. അപ്പം അതില് 8ൽ നിന്ന് 1 എടുക്കും. അതായത് ഫസ്റ്റ് എടുത്തു, അടുത്തെടുത്തു, പിന്നെ 1/8 എടുത്തു. ഇങ്ങനെ 8ൽ 1 എടുത്തു. 8ൽ 1 എടുത്തു കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞ 9 കിട്ടും. അപ്പൊ ആദ്യം പറഞ്ഞ ഡിസിഷനും ഇത് ഓപ്റ്റിമൈസേഷനാണ്. ഓർത്തിരിക്കാതെ ഓപ്റ്റിമൈസേഷൻ വാല്യൂ അഥവാ സിംഗിൾ ആണോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്യാം. പിന്നെ ഡെസിഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് യെസ് ഓർ നോ എന്ന് ഔട്ട്പുട്ട് ചെയ്യും, അല്ലേ? യെസ് ഓർ നോ എന്ന് ഔട്ട്പുട്ട് ചെയ്യും. NP കംപ്ലീറ്റ് എന്താണെന്ന് പിന്നെ പറയാം, അത് കഴിഞ്ഞിട്ട് പറയാം. ഗ്രാഫ് കളറിംഗ് പ്രോബ്ലം ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ മുമ്പേ കാണിച്ചു. എങ്ങനെ വേണേ പറയാം, എത്ര മിനിമം നമ്പർ വേണം. ഒരിക്കലും ഒരു 3 നോഡ് ഗ്രാഫിനെ 2 കളർ കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയല്ല. ഒരിക്കലും 3 നോഡ് ഗ്രാഫിനെ 2 കളർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലേ? 3 നോഡ് 1 കൊടുത്തു, 2 കൊടുത്തു, പിന്നെ ഇപ്പുറത്ത് 1 കൊടുത്തു, നടക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നോഡിലെ കളർ തന്നെ തേർഡ് നോഡിലും വരും. അപ്പം അവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് ഒരു ഗ്രാഫ് G ഉണ്ട്,
അപ്പൊ ആ ഗ്രാഫ് ജിയില് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. 3 നോഡ് ഗ്രാഫില് 2 നോഡ് കളർ കൊണ്ടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അപ്പോഴേ മറുപടി ആയി കഴിഞ്ഞു നോ, അല്ലെ? അപ്പോഴേ അത് നോ എന്നുള്ള മറുപടി വന്നു കഴിഞ്ഞു. അപ്പൊ ഈ രീതിയിൽ ഡെസിഷൻ പ്രോബ്ലം ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എത്ര മിനിമം നമ്പർ ഡെസിഷൻ അല്ല, ഓപ്റ്റിമൈസേഷൻ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എങ്കിലും പൊതുവെ പറയുന്നത് ഡെസിഷൻ പ്രോബ്ലം മോർ പവർഫുൾ ആണെന്നാണ് പൊതുവെ. ഓക്കെ. Deterministic. For a given input, a deterministic algorithm will always produce the same output on an input given through same sequence of steps, even when run multiple times. ചെറിയൊരു കാര്യം വലുതാക്കി പറഞ്ഞതേ ഉള്ളൂ. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം ആണെങ്കിൽ if you are going to repeat that algorithm with the same input, surely it will give the same result. 4, 3, 7 എന്നൊരു അൽഗോരിതം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ കൊടുത്താലും 4, 3, 7 ആയിരിക്കും. അല്ലെങ്കിൽ ആ അൽഗോരിതത്തിൽ 4, 3 വേണേ 7 ആകാം, അല്ലെങ്കിൽ 4, 3 വേണേ 8 ആകാം, 7 or 8 ആകാം എന്ന് പറഞ്ഞാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആവും. ഇപ്പൊ നമ്മൾ ആ താഴെ കണ്ട പോലെ നമുക്ക് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാം. നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറയുന്നത് behaves in a complete different way. There may be multiple next steps possible after any given step and the algorithm. Thus, for a fixed input, a non-deterministic algorithm may proceed through different sequences of steps. ഒരു ഇൻപുട്ട് സെയിം ആണെങ്കിലും പല സ്റ്റെപ്പ്. ഇപ്പം മുമ്പേ നമ്മൾ കണ്ട അൽഗോരിതം പോലെ മിനിമത്തിൽ നിന്ന് നമ്മളൊരു ഹ്യൂറിസ്റ്റിക്സ് വെച്ചിട്ട് ഈ 2 നിന്ന് മിനിമത്തിൽ നിന്ന് പോയി. അത് വേണമെന്നൊന്നും ഇല്ല, മാക്സിമത്തിൽ നിന്ന് വേണേലും പോകാം. കാരണം രണ്ട് ലൈൻ നോഡാണ്, ഡെഡ് നോഡ് അല്ല. ഏത് നോഡ് വേണേ യു ക്യാൻ സെലക്ട്. കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് there are computation problems that cannot be solved by algorithm even with unlimited time. ഒരുപാട് ടൈമിലാണെങ്കിലും അൺലിമിറ്റഡ് ടൈമിൽ ഇത് പോകുന്ന ഒരു അൽഗോരിതമാണ് കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം. പി ക്ലാസ് ഉണ്ട്, എൻ ബി ക്ലാസ് ഉണ്ട്, എൻ ബി ഹാർഡ് ഉണ്ട്, എൻ ബി കംപ്ലീറ്റ്, 4 എണ്ണം. പി ക്ലാസ് ഞാൻ പറഞ്ഞു ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ, നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ, number of polynomial, number of problems in NP can be reduced to polynomial to a particular problem. That problem NP hard, NP hard idum kuda combine aayittu varuna NP complete. P class which can be solved in a polynomial time is known as P class. Sorting, searching, shortest path algorithm. NP class, non-deterministic polynomial time. NP is a set of problems that can be solved in polynomial time using non-deterministic algorithm. Non-deterministic algorithm കൊടുത്ത് ഇത് ചെയ്യുന്ന ഒരു പോളിനോമിയൽ ടൈം ചെയ്യുന്നതാണ് NP എന്ന് പറയുന്നത്. അത് നോൺ ഡിറ്റർമിനിസ്റ്റിക്, പക്ഷെ കോംപ്ലക്സിറ്റി പോളിനോമിയൽ തന്നെയാണ്. അതിന്റെ പ്രോബ്ലം പലതവണ പറഞ്ഞു, 0, 1 ആബ്സ്ട്രാക്ട്. ഇതിന്റെ സൊല്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. ഇതിന് ഈ ഫിഗർ നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഈ ഫിഗർ വെച്ച് വേണം ഇത് കൊടുക്കാനായിട്ട്. പി ഇത് NP ട്രാക്റ്റബിൾ ആണ്, PNP ആണ്. ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, അത് എക്സാമിന് വരയ്ക്കാൻ പറയാൻ ചാൻസ് ഉണ്ട്. ഇനി reduces. Let A and B are 2 problems, then a problem A reduces to problem B if there is a way to solve it. A ഒരു ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് സോൾവ് ചെയ്യുകയും അതേ അൽഗോരിതം ബി എ പോളിനോമിയൽ ടൈം കൊണ്ട് സോൾവ് ചെയ്യുകയും ചെയ്താൽ എ റിഡ്യൂസിബിൾ ടു ബി എന്ന് പറയും. ഒന്നുകൂടെ ഞാൻ പറയാം, എ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് സോൾവ് ചെയ്യുന്നു, അതേ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് ബി എ പോളിനോമിയൽ ടൈമിൽ സോൾവ് ചെയ്താൽ അത് റിഡക്ഷൻ. പ്രോപ്പർട്ടീസ്. If A is reducible to B and B is in P, then A is in P. A reducible to B, B N P യിലാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് എയും പിയിൽ വരും. ബിയിലോട്ട് റിഡ്യൂസ് ചെയ്തില്ലേ, ബി പിയിലുണ്ട്. എ പിയിലല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബിയും പിയിലല്ല. NP hard എന്ന് പറയുന്നത് a problem is NP hard if every problem in NP can be polynomially reduced. അതിനെ മുമ്പേ പറഞ്ഞ പോലെ, അതായത് എവരി പ്രോബ്ലം, ഈ പ്രോബ്ലത്തിനെ ഒക്കെ നമ്മൾ ഒരു ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് സോൾവ് ചെയ്യുകയും
സെയിം അൽഗോരിതം പോളിനോമിയൽ ആയിട്ട് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുകയും ചെയ്താൽ ദാറ്റ് ഈസ് NP ഹാർഡ്. രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്, വെർട്ടെക്സ് കവർ, ട്രാവൽസ്. പിന്നെ എ പ്രോബ്ലം ഈസ് NP കംപ്ലീറ്റ് ഇഫ് ഇറ്റ് ഈസ് ഇൻ NP ആൻഡ് NP ഹാർഡ്. ക്ലാസ് ഓഫ് NP കംപ്ലീറ്റ് പ്രോബ്ലം ഈസ് ഇന്റർസെക്ഷൻ. അത് നമ്മൾ വരച്ചിട്ട് ചെയ്ത് ഈ ഫിഗർ എപ്പോഴും ഓർക്കുക. ഇതാണ് ഇതിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്നത്, NP കംപ്ലീറ്റ് NP ഹാർഡ്. ഒരു എക്സ്പൊണൻഷ്യലിനെ കൺവെർട്ടഡ് ടു പോളിനോമിയൽ ആണോ ആക്കാമോ എന്നാണ് നോക്കുന്നത്. CLF സാറ്റിസ്ഫയബിലിറ്റി, ഇതാണ് ഞാൻ പറഞ്ഞത്. X1, X2, X3 എന്ന് പറയുന്നത് 3 എലമെന്റ്സ് പിന്നെ തന്നു കഴിഞ്ഞാല് ഈ X1, X2, X3 എന്ന് പറഞ്ഞ 3 എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം, ചുമ്മാ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഒരു ചെറിയ പ്രോബ്ലം നിങ്ങൾ കാണുക, എന്നിട്ട് അത് കണ്ടിട്ട് അതിന് നമ്മൾ ഇങ്ങനെ കുറെ വാല്യൂസ്. ഇപ്പൊ ഇതെല്ലാം 2n ആണല്ലോ. ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് 8 എണ്ണം. സോ 2/3. ഇതിനെ നമുക്ക് പോളിനോമിയൽ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഇവകളെയും പോളിനോമിയൽ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇതാണ് സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിപ്പോ ഇവിടെ ഒരെണ്ണം 0 ആൻസർ തന്നെയാണ്. ഇതൊരെണ്ണം പറയുന്നുണ്ട്, കണ്ടോ, M 8 ആണ്. ശ്രദ്ധിക്കും, M എന്ന് പറയുന്നത് ഇവിടെ 8 ആണ് പറയുന്നത്. 8 വരത്തക്ക വിധം ഇത് കിട്ടും അല്ലെ. 8 വരത്തക്ക വിധം കിട്ടുക എന്ന് പറയുമ്പോൾ 1, 0, 1, അതായത് M 8 ആണ് വെയിറ്റ്. 5, 3, 8 ആണ്. 101, 101 ഇതായിരിക്കും. അതായത് 22,000 ഇതിന്റെ പ്രോഫിറ്റ് വരും. ഓക്കെ. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ സോൾവിങ് എ പ്രോബ്ലം റെക്കസീവ്ലി by trying to build a solution incrementally, one piece at a time, removing solution that fails to satisfy the constraint. ക്യൂൻസ് പ്രോബ്ലം തന്നെ കുറെ ഒരു ക്യൂവിനെ എടുത്തു വെച്ചു. ആദ്യത്തെ ക്യൂവിനെ എവിടെ വേണേ വെക്കാം. രണ്ടാമത്തെ ക്യൂവിനെ എടുത്തു വെച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കും, അത് നമ്മുടെ അൽഗോരിതം വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ക്യൂവിന് രണ്ടാമത്തെ റോയിൽ തന്നെ വരുള്ളൂ, സെയിം റോയിൽ വരികയല്ല. പക്ഷേ എങ്കിൽ അത് ഒരിക്കലും സെയിം കോളത്തിലോ ഡയഗണലിലോ ആയിട്ട് വരരുത്. അതാണ് ആ സൊല്യൂഷൻ റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യുന്ന ബാക്ക് ട്രാക്കിംഗ് കൊണ്ടാണ്. അത് ഡെസിഷൻ പ്രോബ്ലത്തിൽ വേണേ വരാം, ഓപ്റ്റിമൈസേഷൻ വരാം, എന്യൂമറേഷൻ വരാം. ഇത് ചെസ് ബോർഡ്. 4 ക്യൂൻസ് പ്രോബ്ലം. നോ 2 ക്യൂൻസ് അറ്റാക്ക് ബൈ ബീയിങ് ഇൻ സെയിം റോ, കോളം ഓർ ഡയഗണൽ. ക്യൂൻസ് എന്ന് പറയുന്നത് ഇതുണ്ട്, 2, 4, 1, 3. ഇതൊരു ഐഡിയൽ ആൻസർ. ഡയഗണൽ അല്ല, സെയിം റോ അല്ല, സെയിം കോളം. ഇതേപോലെ വേറെ 3, 1, 4, 2. ഡയഗണൽ അല്ല, സെയിം റോ അല്ല, സെയിം കോളം. ഇപ്പൊ നമ്മള് X1നെ എടുത്ത് 1ലോ 2ലോ 3ലോ എവിടെ വേണേ വെക്കുന്നു. ഇതാണ് ബോർഡ്. ആദ്യത്തേനെ എവിടെ വേണേ വെക്കാം. അതാണ് ഈ കാണിക്കുന്നത്. 1 വെക്കുന്നു, 2 വെക്കുന്നു, 3 വെക്കുന്നു, 4 വെക്കുന്നു. ഇത് പിന്നെ ഇങ്ങോട്ട് താഴോട്ട് എക്സ്പാൻഷൻ ഉണ്ട്. എല്ലാം വരയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഇതായിട്ട് വരും, ഇങ്ങനെ വരും. വലിയൊരു പ്രോബ്ലം. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ x(1) = 2. പിന്നെ നമ്മൾ x(2) = 1. x(1) = 2, x(2) = 1. ഡയഗണൽ എന്ത് ചെയ്തു? ബാക്ക് ട്രാക്ക് ചെയ്തു. ഇതേ രീതിയിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് പോകണം. ഇല്ലാത്തത് അത് അവസാനം വരെയും ബാക്ക് ട്രാക്ക് ചെയ്യുന്നില്ലെങ്കിലോ ആൻസർ ആയി 2, 4, 1, 3. അതുപോലെ തന്നെ 3, 1, 4, 2. ഇങ്ങനെ ഇത് 3, 1, 4 പിന്നെ 2, 1, 3, 1, 4, 2 എന്ന് വരും. ഇതാണത്. ഇതിപ്പം അവസാനത്തെ ആ സ്റ്റേജിൽ നമ്മൾ എങ്ങനെ വരും എന്നുള്ളതാണ്. 2-ൽ വന്നു, പിന്നെ അടുത്തത് 4ലേക്ക് വന്നത്. ഈ സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് മൂന്നാമത്തെ റോയിൽ രണ്ടാമത്തെ എടുത്ത് വെച്ചു. അപ്പൊ സെയിം കോളമായി. ഇത് നോക്കുമ്പം X2-ലും ഉണ്ട്, 3-ലും ഉണ്ട്. അതായത് ഇവിടെ ഇവിടെ 4th കോളത്തിലും കൊണ്ടിരുത്തിയിട്ടുണ്ട്,
പിന്നെ ഇവിടെ സെക്കൻഡ് കോളത്തിലും കൊണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേതിനെ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു? ഫസ്റ്റിൽ സെക്കൻഡ് കോളം ഇവിടെ ഇവിടെ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഇത് വെച്ചുകൊണ്ട് ഇത് ഇവിടെ ബാക്ക് ട്രാക്ക് ചെയ്യും. ഇത് കഴിഞ്ഞിട്ടേ ബി കൊടുക്കാവുള്ളൂ. ഇല്ല എങ്കിൽ ഈ സിറ്റുവേഷൻ ആണ് 2 4 1 3. ഈ സിറ്റുവേഷൻ ആണ് ഇത് ഇവിടെ. ഇത് മൊത്തത്തിലുള്ള ആ ട്രീ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാഫ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് അൽഗോരിതത്തില് നമുക്ക് ഈ പറഞ്ഞതുപോലെ 4 നോഡുണ്ട്. ഒരു നോഡില് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ അതെത്ര നോഡുകളെ സപ്പോസ് യു ഹാവ് ഗിവൺ 2 കളേഴ്സ് ആൻഡ് 3 നോഡ് ഗ്രാഫ്. അപ്പൊ ക്വസ്റ്റ്യന് എങ്ങനെ വന്നാലും ആ അൽഗോരിതം വിൽ റിട്ടേൺ ഫോൾസ്. ഓക്കെ, ഇത് അതുപോലെ ഒരു ഇതാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. അതായത് അവിടെ മോർ ദാൻ വൺ സൊല്യൂഷൻ യൂസസ് സ്റ്റേറ്റ് സ്പേസ് ട്രീ. ലൈവ് നോഡ് ഉണ്ട്, നോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ചിൽഡ്രൻ നോട്ട് ജനറേറ്റഡ്. ഈ നോഡ് ഉണ്ട്, ലൈവ് നോഡ് whose children are currently explored. Dead node generate a node that is not to be expanded or explored further. ഡെഡ് നോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പോട്ടില്ല, ചിൽഡ്രനെ എല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ നോഡ് ഉണ്ട്, ആ ഈ നോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു നോഡാണ്, അതിന്റെ ചിൽഡ്രനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ലൈവ് നോഡിൽ ചിൽഡ്രൻ വന്നിട്ടില്ല, ഈ നോഡിൽ നോഡ് വന്നു, അതിന്റെ ചിൽഡ്രൻ വന്നു, ചിൽഡ്രനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഡെഡ് നോഡ് ചിൽഡ്രനെ എക്സ്പ്ലോർ ചെയ്തു, ഇനിയിപ്പോൾ അത് ചെയ്യേണ്ട കാര്യമില്ല, അത് ഡെഡായി. പല സൊല്യൂഷൻ ഉണ്ട്, അതിലെ ഒരു ബെസ്റ്റ് നമ്മൾ എടുക്കും. ലീസ്റ്റ് കോസ്റ്റ് സെർച്ച് ഉണ്ട്, FIFO ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, LIFO ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. അതായത് FIFO ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും അത് ക്യൂ ആയിരിക്കും. BFS പഴയ BFS നോക്കിയാൽ മതി. അതുപോലെ തന്നെ സ്റ്റാക്ക് DFS. ഇതുണ്ട് ലൈൻ നോഡ് 1 ഉണ്ട്, 2 3 4. ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇത് 1, ഇത് 2 2 4 ചിൽഡ്രനെ എല്ലാം എടുത്തു ഇങ്ങോട്ട് വന്നു. ഇവിടെ 1 2 3 കഴിഞ്ഞിട്ട് അത് സ്റ്റാക്ക് ആണ്, ഔട്ടാക്കി കഴിഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നിങ്ങൾ ആ മറ്റേ DFS നോക്കുക. റിജിഡ് ആൻഡ് ബ്ലൈൻഡ് ആണെന്ന് പറഞ്ഞു. LC സെർച്ച്. LC സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് ഉണ്ട്, എന്നിട്ട് ഇങ്ങോട്ട് 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 ഇത്രയെണ്ണം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ J1 J2 J3 J4 ഇത്രയും ഭാഗത്ത് ഇതിൽ ഏറ്റവും മിനിമം ഏതാണെന്ന് ഇതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇനി മുമ്പോട്ട് വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകും. വെരി സിമ്പിൾ. ഇത് ലീസ്റ്റ് കോസ്റ്റ് സെർച്ചിന്റെ ഒരു ഫിഗർ ആണ്. ഈ ഫിഗർ നിങ്ങളൊന്ന് പിന്നെ നോക്കുക. ഇവിടെ ഇങ്ങനെ ചെറിയ കാര്യം ഒരു 16, അതായത് ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കും, അപ്പാക്കി നോക്കും, ഡൗൺ ആക്കി നോക്കും, അല്ലെ, ലെഫ്റ്റ് ആക്കി നോക്കും, റൈറ്റ് ആക്കി, അപ്പാക്കി നോക്കും, അപ്പോഴത്തെ എറർ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കും, ഡൗൺ ആക്കി നോക്കും, അപ്പോഴത്തെ എറർ എന്നാ ഉണ്ടെന്ന് നോക്കും, ലെഫ്റ്റ് റൈറ്റ് എത്ര എറർ ഉണ്ടെന്ന് അത്രയും കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നതിൽ ഏറ്റവും എറർ കുറഞ്ഞിടത്തൊന്നും ഇതേ പരിപാടി തന്നെ, അപ്പായിട്ട് നോക്കും, ലെഫ്റ്റ് ആയിട്ട് നോക്കും, റൈറ്റ് ആയിട്ട് നോക്കും, അടുത്ത സെറ്റ് കിട്ടും. പിന്നെ ഇതിലെ ഏറ്റവും എറർ കുറഞ്ഞിടത്തുന്ന അപ്പം റൈറ്റും ഒക്കെ ആയിട്ട് കിട്ടും. അവസാനം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടും. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 15 വരെയുള്ള ഒരു ഇത് കിട്ടും. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പൊ ഇവിടെ ഈ എലമെന്റ് ഇത് അപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് താഴോട്ട് വരുമെന്ന്. അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് ആക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വരുമെന്ന് അർത്ഥം. മനസ്സിലായി? അതുപോലെ ഇത് ഇങ്ങോട്ട് മാറ്റിയാൽ ഇത് ഇങ്ങോട്ട് വരും. ഇത് ഇങ്ങോട്ട് മാറ്റിയാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും, ഇത് ഇങ്ങോട്ട് വരും. നിങ്ങൾ തന്നെ ഒന്ന് വരച്ചു നോക്കുക. വരച്ചു നോക്കുമ്പോൾ വെറുതെ ഒരു പിള്ളേര് കളി പോലൊരു ഇതാണ്. ആ താഴോട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് നോക്കുക. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ഇതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കതൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എങ്കിലും അതിന്റെ ഐഡിയ ഞാൻ പറയാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നോക്കുക. നോക്കാം.
ഇത് നോക്കുമ്പം ഇപ്പൊ നമ്മള് ഇവിടെ ഒരു ഇതാണ് നമ്മുടെ അതിനകത്ത് സെറ്റ് 10, 10, 12, 18 എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. വെയിറ്റ് 2, 4, 6, 9 എന്നൊരു വെയിറ്റ്. എന്നിട്ട് നമ്മൾ m=50. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കിത് വേണ്ടത് ഇതിന്റെ സം 15 ആകത്തക്ക വിധം കിട്ടാം. ഇത് രണ്ട് വിധത്തിൽ നോക്കുകയാണ്. വൺ ഈസ് ഡിസിഷൻ ആൻഡ് അനദർ ഈസ് ഓപ്റ്റിമൈസേഷൻ. ഡിസിഷൻ ആയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കും. അത് സി വാല്യൂ, സി മുകളിൽ ഒരു ആരോ ഉള്ള വാല്യൂ, സി വാല്യൂ. മറ്റേത് ഒരു സോറി, സി എന്ന് പറയുന്ന ഫ്രാക്ഷൻ. മറ്റേത് ഡെസിഷൻ. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കി, ഇവിടെ 2, 4, 6, 9 എന്നാണ് കൊടുത്തത്. 15 വേണം. രണ്ടെടുത്താൽ കിട്ടും. 4 ഉണ്ട്, 6, 9. 1, 1, 0, 1. അത് 15 എടുക്കാം. ഫുള്ളെടുത്തു. നമ്മൾ ആ 15 എടുത്തപ്പം 10, 10 പിന്നെ ഇതൂടെ 2, 4, 6, 9, 15. ഇതേപോലെ മറ്റടുത്ത് ഫ്രാക്ഷൻ എടുത്ത് വരാം. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ 2, 4, 6 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. ആദ്യം നമ്മൾ മുഴുവൻ എടുക്കുന്നില്ല. 2, 4, 6, 9. 2, 4, 6, 6, 12 കഴിഞ്ഞപ്പോൾ ഡെസിഷൻ അനുസരിച്ച് ഇത് എടുക്കാൻ പറ്റില്ല. കാരണം ഒന്നേ എടുക്കാതിരിക്കാം. എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് 2, 4, 6, 6, 12ന്റെ വെയിറ്റേ പറ്റുള്ളൂ. അതായത് 10, 10, 12, 32. ഈ 32 നമ്മൾ ഇതിന്റെ യു വാല്യൂ ആകും. മനസ്സിലായല്ലോ? എന്നിട്ട് പിന്നെ അടുത്തത് ഫ്രാക്ഷൻ എടുക്കും. 2, 4, 6, 6, 12. പിന്നെ 9ൽ 3 ഉണ്ടെങ്കിൽ 15 ആവുമല്ലോ. 9ൽ 3 ഉണ്ടെങ്കിൽ 15 ആകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ 9ൽ 3 എടുക്കേണ്ടി വരും. ഇതിന്റെ 9ൽ 3 എന്ന് പറഞ്ഞാൽ 6. 20, 12, 32, 6, 38. ഈ രണ്ട് വാല്യൂസ് ആദ്യം വരും. ഇത് സി ഓഫ് 1. സി എന്ന് പറഞ്ഞാൽ മേളിലൊരു ചന്ദ്രക്കല പോലെ ഒരെണ്ണമുണ്ട്, ശ്രദ്ധിച്ചോണം. സിയുടെ മുകളിൽ C1. മറ്റത് U1. അപ്പൊ 38ഉം 32ഉമായിട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഇതിപ്പോ x(1) 0, 1 ആണ്. ഇത് x(1) 0 ആണ്. ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ വാല്യൂ മാറ്റമൊന്നുമില്ല. ഇത് 1 തന്നെയാണ്. അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഇത് 0 ആണ്. ഇത് 0 ആണ്. x(1) 0. x(1) 0 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് പിന്നെ 4, 6, 10 അല്ലെ? ഇത് എടുക്കാൻ പറ്റിയല്ല. ഇവിടെ ഈ നോടി വെച്ച് ഈ വെയിറ്റ് എടുക്കാൻ പറ്റിയല്ല. കാരണം ഈ 0 എടുക്കാൻ പറ്റിയല്ല. 4, 6, 10. 10 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? 10ഉം 12, 22 മൈനസ് ആക്കി ഇത് കൊടുക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ അൽഗോരിതത്തിന്റെ കൺവെൻഷൻ. -22 എന്നൊരു വാല്യൂ ഈ പറയുന്ന U3യിൽ വരും. അപ്പൊ ആദ്യം നമ്മൾ ഒരു വേരിയബിളിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പർ എന്നും പറഞ്ഞ് അപ്പറിലേക്ക് -32 ഇടുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആവും. ഇങ്ങനെ കൊടുക്കും. ഇത് രണ്ടെണ്ണം. ഇവിടെ ഒരു പർട്ടിക്കുലർ ബൗണ്ടിങ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. ആ ബൗണ്ടിങ് ഫംഗ്ഷൻ ആണ് അത് പറയുന്നത്. എന്നാന്ന് വെച്ചാൽ if C is പിന്നെ ഗ്രേറ്റർ ദാൻ അപ്പർ ദാറ്റ് നോട്ട് ഗെറ്റ്സ് കിൽഡ് എന്നൊക്കെയാണ് പറയുന്നത്. if U less than U3, if U3 less than upper is updated to U3 എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ ഒന്നും പറയണ്ട. അപ്പൊ ഇത് രണ്ട് ലൈനോട് ഉടനെ നിങ്ങൾ താഴോട്ട് ഇപ്പൊ ഇത് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഇതും ഒരു സൊല്യൂഷനാണ്, ഇതും ഒരു സൊല്യൂഷനാണ്. അതാണ് ഇത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. മോർ ദാൻ വൺ സൊല്യൂഷൻ യൂസസ് സ്പേസ് ട്രീ. ഈ സംഭവമാണ് ഇത് പറയുന്നത്. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ അവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടെണ്ണം യൂസ് ചെയ്യും. ഈ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഡെഡ് അല്ല, ഇതും ഡെഡ് അല്ല. അപ്പൊ അൽഗോരിതം ഒരു ഹ്യൂറിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാന്ന് പറയും. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയണ്ടേ, അതിന്റെ എക്സ്പീരിയൻസിൽ ഉണ്ടാക്കിയ ഒരു ലോജിക്ക് വെച്ച് വരുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അൽഗോരിതത്തില് ഈ ലെസർ വാല്യൂ ഈ ഇതുണ്ട്. ഈ ലെസറിൽ നിന്ന് മുമ്പോട്ട് പോകണം. -38 ആണ് സി. ഇവിടെ -32. അങ്ങനെ നമ്മൾ ലെസറിൽ നിന്ന് മുമ്പോട്ട് പോകും. ഇങ്ങോട്ടും വന്നു. ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ 1, 1 അവിടെ ഒരു ചേഞ്ചും വരത്തില്ല. നിങ്ങൾ നോക്കിയറിയാം.
ഇത് പിന്നെ 1 0 1 0 ആയി എന്ന് പറയുമ്പോൾ എനിക്ക് 1 ഇത് 0 6 2 8 യു വാല്യൂവിൽ ഇനി 9 എടുക്കാൻ പറ്റില്ല. അപ്പൊ യു വാല്യൂവിൽ എന്ത് ചെയ്യും? ആ 2 എടുക്കാം, ഇത് എടുക്കത്തില്ല, ഇത് എടുക്കാം, ഇത് എടുക്കത്തില്ല. അപ്പൊ 10 12 കൂടെ -22 ഇവിടെ വരും. സി വാല്യൂവിലോ 1 എടുക്കാം, 0 എടുക്കത്തില്ല. അപ്പൊ 1 എടുത്തു 2, 4 ഇല്ല, പിന്നെ 6 എടുത്തു 8, പിന്നെ 7/9 എടുക്കണം അല്ലേ? അപ്പൊ 2 എടുത്തു 10, ഇതെടുത്തു 22, 7/9 എന്ന് പറയുമ്പോഴത്തേന് 2 × 4 36, -36 ഇവിടെ യു 8 ഇവിടെ നിന്ന് പിന്നെയും നമുക്ക് ലെസറിലേക്ക് പോകും. കാരണം ഇതും ഡെഡ് അല്ല. ഡെഡ് എന്ന് പറയുന്ന കണ്ടീഷൻ വേറൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ ഞാൻ കോംപ്ലിക്കേഷൻ ആകാതിരിക്കാൻ പറയുന്നതാണ്. U3 എന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്ന ഒരു വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് അപ്പുറന്ന് ഒരു വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ട് ഈ സി ഗ്രേറ്റർ ദാൻ ദാറ്റ് അപ്പർ ദാറ്റ് നോട്ട് ഗെറ്റ്സ് കിൽഡ് എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ആ കണ്ടീഷൻ വെച്ച് ഇത് രണ്ടും കിൽഡ് അല്ല, രണ്ടും ലൈവ് നോട്ട്സ്. അപ്പം നമ്മൾ പിന്നെയും ഹ്യൂറിസ്റ്റിക്സ് വെച്ച് ഈ ലെസർ ഈ ലെസർ പോയി കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടെ ലെഫ്റ്റും റൈറ്റും ആണ്. ഇവിടെ വരുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്, സി വാല്യൂ 2. പക്ഷേ എങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? പുതിയൊരു ഹ്യൂറിസ്റ്റിക്സ്, അതായത് 2 ആൻസർ വന്നു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് വന്നു കഴിഞ്ഞു, പുതിയൊരു ഹ്യൂറിസ്റ്റിക്സ് അപ്ലൈ ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ ലെസർ യു എടുക്കും, ഇങ്ങോട്ട് വരും. -38 -32 -38. കാരണം ഇത് -38 എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം. 1 1 0, പിന്നെ നമ്മൾ 1 എടുക്കുന്നു, 1 1 0 1 എന്ന് പറയുമ്പോൾ 10 10 20 18 38 -38 കിട്ടി. നേരത്തെ -32 ആയിരുന്നല്ലോ. ഇതും -38, ഇതും -38. ലെസറിലേക്ക് ഇങ്ങോട്ട് വന്നു. ഇവിടെ നിന്ന് നമ്മൾ ഈ രണ്ടിടത്തോട്ടും മുമ്പോട്ടുമായിട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ രണ്ടെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ യു വാല്യൂ -38 ആയിട്ട് കിട്ടും, സി വാല്യൂ -20 ആണ്. ഈ സി അതാണ്, അങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ്. ഈ ഗ്രേറ്റർ ദാൻ അപ്പർ സി ഗെറ്റ്സ് കിൽഡ്. ഇവിടെ സി ഗ്രേറ്റർ ദാൻ അപ്പർ ആണ്. അപ്പർ ഇതാ -38 ആയി കഴിഞ്ഞു. അപ്പൊ അപ്പർ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ലെസ് ദാൻ അപ്പർ ഈസ് ഈക്വൽ ടു യു എന്നൊരു കണ്ടീഷൻ. അപ്പൊ അത് വെച്ച് ഇത് രണ്ടും നോക്കും. അപ്പൊ സി ഗ്രേറ്റർ ദാൻ അപ്പർ ആണെങ്കിൽ ഇവിടെ സി ഗ്രേറ്റർ ദാൻ അപ്പർ ആണ്. സി ഗ്രേറ്റർ ദാൻ അപ്പർ ആയതുകൊണ്ട് ഇവിടെ യു -38 ആണ്. സി ഗ്രേറ്റർ ദാൻ അപ്പർ ആയതുകൊണ്ട് ഈ നോഡ് ഗെറ്റ്സ് കിൽഡ്. അവസാനം നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത് 1 2 3 ഈ പറഞ്ഞ ഈ ഒരു പാത്താണ്. ദാറ്റ് ഈസ് ആ പാത്ത് നമ്മൾ എടുക്കുമ്പം അത് സെറ്റായിട്ട് കാണിക്കുകയാണെങ്കിൽ 1 1 0 1 ഇതായിരിക്കും. എന്ന് പറയുമ്പോൾ 1 1 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 18 38 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ കൺസെപ്റ്റ്. അപ്പം ഞാൻ ഒന്നുകൂടെ ഇതിന്റെ പറയാം. ഒരു എളുപ്പമുള്ള പേപ്പർ അല്ല ഇത്. എനിവേ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പം ഒരു നമ്മുടെ അൽഗോരിതംസ് എല്ലാം തന്നെ 2 സെറ്റായിട്ട് തിരിഞ്ഞു നിൽക്കുന്നു. ആ 2 സെറ്റില് ഒന്ന് പിന്നെ പോളിനോമിയൽ ആണ്, മറ്റേത് എക്സ്പൊണൻഷ്യൽ ആണ്. പോളിനോമിയൽ അൽഗോരിതംസ് എന്ന് പറയുന്നത് പിന്നെ എന്താണ്, എപ്പോഴും സിമ്പിൾ അൽഗോരിതംസ്, ലീനിയർ സെർച്ചിങ്, സോർട്ടിങ്, ഇതെല്ലാം സിമ്പിൾ അൽഗോരിതംസ് ആണ്. ട്രാവലിംഗ് സേഫ് സ്പേസ് പോലുള്ള പ്രോബ്ലം എക്സ്പൊണൻഷ്യൽ. ഇത് 2 സെറ്റ്. Till now there is no method available to convert a
an exponential algorithm to polynomial algorithm. This is called the fundamental problem of computer science. ഈ പ്രോബ്ലത്തിനെയാണ് ഈ ചാപ്റ്ററിൽ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സാറ്റിസ്ഫയബിലിറ്റി എന്ന് പറഞ്ഞൊരു ഇതുകൊണ്ടാണ് ഇങ്ങനെ ശ്രമിക്കുന്നത്. സാറ്റിസ്ഫയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സിമ്പിൾ പ്രോബ്ലം, അതായത് ഇതെല്ലാം നോക്കുമ്പം, അതായത് ഈ പറയുന്ന അൽഗോരിതംസ് ഒക്കെ നോക്കുമ്പം എക്സ്പോണൻഷ്യലിന്റെ ഒരു വലിയ സെറ്റ് അൽഗോരിതത്തില് 2n കാണും. അപ്പൊ 2n കാണാവുന്നതുകൊണ്ട് 2n ഇൻപുട്ട് ആയിട്ട് വരുന്ന ഒരു അൽഗോരിതം എടുത്തുകൊണ്ട് അതിനെ പോളിനോമിയൽ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. അത് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? മറ്റേതും പോളിനോമിയലി റിഡ്യൂസ് ചെയ്യാം അല്ലെ? അതിലെ ഒരു ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് ഒരു ഇത് ഇട്ടാല്, ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയാൽ അതേ ഇത് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു പ്രോബ്ലത്തിനെ പോളിനോമിയലായിട്ട് ഇത് ചെയ്യാൻ പറ്റിയാൽ, ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം കൊണ്ട് പോളിനോമിയലായിട്ട് മറ്റൊരെണ്ണത്തിനെ സോൾവ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് റിഡ്യൂസസ് ടു ദാറ്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെ പറ്റുമോ എന്ന് നോക്കും. അതാണ് സാറ്റിസ്ഫൈ. അപ്പം പിന്നെ ഉള്ളതാണ് ഡെസിഷൻ പ്രോബ്ലവും ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം. ഡെസിഷൻ പ്രോബ്ലംസിൽ യു ആർ ഗോയിങ് ടു ടേക്ക് 0-1 എന്നുള്ള രീതിയിൽ ഇത് ചെയ്യും. മറ്റടുത്ത് ഫ്രാക്ഷൻസ്. അപ്പം 0-1 എന്നുള്ള രീതിയിലും ഫ്രാക്ഷൻസും എടുത്തുള്ള രണ്ട് സെറ്റിനെയാണ് നമ്മൾ ഓപ്റ്റിമൈസേഷനും ഡെസിഷനും പറയും. ഡിറ്റർമിനിസ്റ്റിക്കും നോൺ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണോ അടുത്ത സ്റ്റെപ്പ് എന്ന്, if you are sure of that algorithm is deterministic. Almost all algorithms that you have seen in this session are deterministic algorithms. However, there are a lot of non-deterministic algorithms where you cannot say there is no clear direction to which way you have to go. In that particular situations, you can use heuristics. That may come from your experience or may come from experimentation. അപ്പൊ ഇത് രണ്ടെണ്ണം പറഞ്ഞു. പിന്നെ അപ്പം ഇത് പറഞ്ഞു പോളിനോമിയലും മറ്റേതും പറഞ്ഞു. NP കംപ്ലീറ്റ്, NP ഹാർഡ്, പിന്നെ ആ സർക്കിൾ ഓർത്തോണം. NPക്കകത്ത് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതത്തിന്റെ സബ്സെറ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതത്തിനെ കണക്കാക്കുന്നത്. ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്താണോ അതാണ് ഒരു വലിയ NP എന്ന്. അതിനകത്തുള്ളതാണ് P. NPയിലുള്ള പ്രോബ്ലംസിനെ പോളിനോമിയലി റിഡ്യൂസ് ചെയ്യാനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ NP ഹാർഡ് എന്ന്. NP ഹാർഡും ഈ NPയും തമ്മിലുള്ള ഇന്റർസെക്ഷനിലാണ് NP കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ NP ഹാർഡ് ആൻഡ് NP കംപ്ലീറ്റ് എന്ന് പറയുന്ന ആ തിയറിയെ പറ്റിയൊരു ഐഡിയ. ഇനി നമുക്ക് നോക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ട്രാക്റ്റബിൾ ഇൻട്രാക്റ്റബിൾ എന്ന് പറഞ്ഞ് എഫിഷ്യന്റ് ഇൻഹിബിറ്റ്. അപ്പം ഇതിൽ ഇൻട്രാക്റ്റബിൾ ആയിട്ടുള്ള 2-3 പ്രോബ്ലത്തിനെ പറ്റി പറഞ്ഞതാണ് ബാക്ക് ട്രാക്കിങ്ങും ബ്രാഞ്ച് ആൻഡ് ബൗണ്ടും. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പർട്ടിക്കുലർ ട്രീ ജനറേറ്റ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ ട്രീയിൽ നിന്ന് പല നോട്ട്സിലേക്ക് വരുന്നു. ഈ നോട്ട്സിൽ നിന്ന് ആ ഇതിൽ നിന്ന് നിങ്ങളൊന്ന് ബാക്ക് ട്രാക്ക് ചെയ്യുക. ഒരു പർട്ടിക്കുലർ കൺസ്ട്രെയിൻസ് പറഞ്ഞ് ബാക്ക് ട്രാക്ക് ചെയ്യുക. അത് ഇപ്പൊ ക്യൂൻസിന് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ക്യൂൻസിന് മാത്രമല്ല, പിന്നെ സം ഓഫ് സബ്സെറ്റ്, പിന്നെ ഗ്രാഫ് കളറിംഗ് അൽഗോരിതം, ഇതിനെല്ലാം ബാക്ക് ട്രാക്കിംഗ്. ഒരു പർട്ടിക്കുലർ കൺസ്ട്രെയിന്റ് വെച്ച് ഒരു പർട്ടിക്കുലർ നോഡിൽ വെച്ച് ബാക്ക് ട്രാക്ക് ചെയ്താൽ താഴത്തെ നോഡ്സ് ഒന്നും പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്യും. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് വെരി സിമിലർ ടു ബാക്ക് ട്രാക്കിംഗ് ബട്ട് മോർ കോംപ്ലിക്കേറ്റഡ്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ മോർ ദാൻ വൺ സൊല്യൂഷൻ അവൈലബിൾ ആണ്. യു ക്യാൻ യൂസ് സ്പേസ് ട്രീ. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് 0-1 നാപ്സാക്ക് പ്രോബ്ലം. ഈ 0-1 നാപ്സാക്ക് പ്രോബ്ലത്തിനെ നിങ്ങൾ സോൾവ് ചെയ്യുന്നതിന്റെ രീതി ഞാൻ കാണിച്ചു. പിന്നെ ഒരു ചെറിയ പ്രോബ്ലം ഞാൻ കാണിച്ചു, ആ 16 പസിൽ, അതും കൂടെ അപ്പോഴും